പ്രൈസ് ലോർഡ്. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് കടന്നു വന്നിരിക്കുന്നത്, ഷൈന. ആ പ്രിയ കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. മുസ്ലിം സമുദായത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടിയതാണ്. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ നമുക്ക് കേൾക്കാം. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് തന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് ആന്റി. എന്തൊക്കെയുണ്ട്? ദൈവകൃപയാൽ സന്തോഷമായിരിക്കും. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഷൈന ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതില് ഞങ്ങൾക്കും ഉണ്ട് സന്തോഷം. ഷൈനയുടെ ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. അപ്പോൾ അതിനു മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. പ്രിയ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കർത്താവെ ഹാലിൽ സംസാരിപ്പാനുള്ള കൃപ കൊടുത്താട്ടെ. കർത്താവിന്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ. കേൾവിക്കാരെ എല്ലാം അനുഗ്രഹിച്ചാട്ടെ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഓ ഷൈന സിസ്റ്ററെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എവിടുന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഒന്ന് പറഞ്ഞാട്ട്, പരിചയപ്പെടുത്തിയാട്ട്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം പേരൂർക്കട വഴിയില് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടില് ഞാനും ഹസ്ബൻഡും ദൈവദാനമായി തന്ന 3 മക്കളും ഉണ്ട്. ഓക്കെ, ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, ഇനിയുള്ള സമയം ഞാൻ സഹോദരിക്ക് നൽകി തരികയാണ്. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിനെ കണ്ടുമുട്ടിയതും അതിനുശേഷമുള്ള അനുഭവങ്ങളും ഒക്കെ സഹോദരിക്ക് സംസാരിക്കാം. അതിനായി പ്രിയ കർത്താവിന്റെ ദാസിയെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യം തന്നെ എന്റെ ജീവന്റെ ഉടയവനായ എന്റെ കർത്താവിന് സകല മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. ഞാൻ ഇവിടെ ഈ സാക്ഷ്യത്തിൽ കടന്നു വരുവാൻ എനിക്ക് ഒരു മുഖാന്തരം ഒരുക്കിയത് ഞങ്ങൾ ഒരുമിച്ച് ആലയത്തിൽ കടന്നു പോകണം. മധു ബ്രദർ എന്ന് പറയുന്ന ആ സഹോദരനാണ് ഈ ചാനലിലേക്ക് കടന്നു വരുവാൻ ഈ നമ്പരൊക്കെ കൊടുത്ത് എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്നത്. ആ ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് ജോയ്സ് TV പ്രിയ ആന്റിയെയും പ്രിയ അങ്കിളിനെയും ഓർത്ത് ഞാൻ കുടുംബത്തെ ഓർത്ത് ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്ന കർത്താവ് ഈ ചാനലിൽ കൂടി അനേക ആയിരങ്ങളെ സാക്ഷ്യം കേൾക്കുന്ന അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ എന്റെ പേര് ഷൈന എന്നാണ്. എനിക്ക് ഹസ്ബൻഡും 3 മക്കളുമുണ്ട്. മൂത്ത 2 ആൺമക്കളും ഇളയത് മകളുമാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പേരുക്കട വഴിയില എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ ക്രിസ്തുവിലേക്ക് വന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ആദ്യം എന്റെ ബാല്യകാലം പറഞ്ഞാലേ എനിക്ക് ക്രിസ്തുവിൽ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കൊല്ലം പരവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം പരവൂർ കലയ്ക്കൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം. എന്റെ വീട്ടില് ഞാൻ എന്റെ വീട്ടില് എനിക്ക് ഉമ്മായും പാപ്പായും എനിക്ക് 4 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ മൊത്തം 5 പേരാണ്. ഞാൻ 3ാമത്തെ ആളാണ്. മൂത്ത 2 സഹോദരന്മാരും 3ാമത്തെ ഞാൻ. എനിക്ക് ഇളയത് ഒരു അനുജത്തിയും ഇളയ ഒരു സഹോദരൻ. അങ്ങനെ 3 ആണും 2 പെണ്ണുമാണ്. എന്റെ പാപ്പായാണ് ഞങ്ങൾക്ക് 5 പേർക്കും പേരിട്ടത്. എല്ലാം ഷാ വെച്ചാണ് പേരിട്ട്. ഷാബു, ഷിബു, ഷൈന, ഷീന, ഷിജു, അങ്ങനെയാണ് വാപ്പ ഞങ്ങൾക്ക് പേരിട്ടത്. എന്റെ വാപ്പായ എന്റെ പിതാവിന്റെ പേര് അബ്ദുൽ ഹനീഫ എന്നാണ്. എന്റെ മാതാവിന്റെ പേര് വസാനത്ത് ബീവി എന്നാണ്. എന്റെ ഉമ്മയുടെ ജനന സ്ഥലം പള്ളിക്കലാണ്. എന്റെ വാപ്പായുടെ സ്ഥലമാണ് കൊല്ലം പരവൂര്. എന്റെ വാപ്പയുടെ കുടുംബത്തിൽ 10 മക്കളിൽ ഒരാളാണ് എന്റെ വാപ്പ. എന്റെ ഉമ്മയുടെ കുടുംബത്തില് 5ാമത്തെ ഏറ്റവും ഇളയതാണ് എന്റെ ഉമ്മ. അങ്ങനെ എനിക്ക് എന്റെ പിതാവ് വളരെ ഒരു മദ്യപാനിയായിരുന്നു. എന്റെ ഉമ്മ 5 മക്കളിലും ഉമ്മ നല്ല സാമ്പത്തികമുള്ള വീട്ടില് ഉള്ളതായിരുന്നു.
ഉമ്മായ നല്ല രീതിയിൽ വിവാഹം കഴിച്ചാണ് വാപ്പാടെ കയ്യിൽ കൊടുത്തത്. എന്നാൽ ഒത്തിരി എന്ന് വെച്ചാൽ ഉമ്മായ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് വീട്ടിൽ ജോലിക്ക് വേറെ ആളിനെ വെച്ചാണ് ഉമ്മ അങ്ങനെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വാപ്പായുടെ അധികമായ മദ്യപാനം കൊണ്ട് എല്ലാം തകർച്ചയിലേക്ക് പോയ ഒരു കാലഘട്ടമായിരുന്നു എന്റെ ബാല്യകാലം. എന്റെ ബാല്യകാലം എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസം തന്നിട്ടില്ല. മൂത്ത രണ്ട് ഇക്കാമാരുണ്ട്. എന്നാൽ മൂത്ത സഹോദരൻ എന്റെ വാപ്പായുടെ മൂത്ത സഹോദരിയുടെ കൂടെ ആയിരുന്നു പോയി കുറച്ച് അറിവായതിനു ശേഷം അവരുടെ കൂടെ നിന്നാണ് വളർന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങളുടെ ഉമ്മാടെ കൂടെയും പാപ്പാടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളർന്നു വന്നതും പഠിച്ചതുമെല്ലാം. ഞങ്ങൾ താമസിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പായുടെ കുടുംബ വീട്ടിലാണ്. കാലക്കോട് തൊടി എന്ന് പറയുന്ന ആ കുടുംബ വീട്ടിലാണ്. അവിടെ വാപ്പായുടെ ഒരു സഹോദരിയുടെ മക്കള് ഞങ്ങളെല്ലാം ഒരു കൂട്ടുകുടുംബം പോലെയാണ് കഴിഞ്ഞു വന്നത്. എന്നാൽ എന്റെ ഉമ്മാക്ക് വളരെ ഉപദ്രവം സഹിച്ച ഒരു കാലഘട്ടമായിരുന്നു. പണ്ടൊക്കെ പറയും നമ്മുടെ നാട്ടിലും പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ വളരെ പീഡനത്തിൽ കൂടെ കടന്നുപോയ കാലഘട്ടമായിരുന്നു. വാപ്പാടിയും മദ്യപാനവും ഞങ്ങളുടെ ഉമ്മാക്ക് അത് രണ്ടാമത്തെ മൂത്ത മകനായപ്പോൾ തന്നെ ഉമ്മായുടെ ബന്ധുക്കൾ പറഞ്ഞു പാപ്പായെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അവൻ മദ്യപാനിയാണ്, വേറെ വിവാഹം നേരെ കഴിച്ചത്. ഉമ്മ പറഞ്ഞു കഷ്ടമാണെങ്കിലും ദുഃഖമാണെങ്കിലും എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയുടെ ബന്ധുക്കൾ എല്ലാം നല്ല സൗകര്യത്തിലൊക്കെ ഉള്ളവരാണ്. എന്നുവെച്ചാൽ മൂത്തുമായുടെ ഒരു മോളെ വിവാഹം കഴിഞ്ഞ് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പേര് പറയപ്പെട്ട ഒരു വ്യക്തിയാണ്. അവരെല്ലാം നല്ല സൗകര്യത്തിലുള്ളവരാണ്. അങ്ങനെ അവര് വാപ്പായെ കളയാത്തത് കൊണ്ട് അവരാരും ഞങ്ങൾ തിരിഞ്ഞു നോക്കി സഹകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ 5 മക്കളെ വാപ്പാക്ക് ഞങ്ങൾ ജനിക്കപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ഈ വാപ്പായുടെ കുടുംബ വീട്ടില് കഴിയുന്ന കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലം ഉമ്മ വല്ലാത്ത പീഡനത്തിലൂടെ ഞങ്ങൾ കുഞ്ഞാണ്. ഞങ്ങൾക്ക് അന്നൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല. എന്നാൽ ഈ വാപ്പായുടെ മദ്യപാനം ഉമ്മാടെ ഉമ്മ അന്ന് കുറച്ച് ഞങ്ങളെ കുഞ്ഞുനാളിൽ കുറച്ച് ഏതാണ്ട് ഒരു 4-5 വയസ്സ് വരെ ഉമ്മാടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണ് മരിച്ചു. ഉമ്മാടെ ഉമ്മ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അവിടുന്ന് പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് വീട്ടു സാധനങ്ങൾ അതും ഇതും എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളെ പോഷിപ്പിക്കുമായിരുന്നു. പക്ഷെ ഉമ്മാടെ ഉമ്മ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി. എന്നാൽ ഉമ്മാക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ഒത്തിരി പീഡനത്തിൽ കൂടെ ഉമ്മ കടന്നുപോയി. അങ്ങനെ ആത്മഹത്യ ഈ 5 മക്കൾക്ക് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്റെ ഉമ്മ പല പ്രാവശ്യവും നോക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം ഞങ്ങളെ മുന്നോട്ട് നയിച്ച കാലങ്ങളാണ് ഞങ്ങളുടെ ബാല്യകാലത്തില്. പിന്നെ ഞങ്ങളെ ഉമ്മ അവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇടയ്ക്ക് ഞങ്ങൾ അടുത്ത വീട്ടിൽ ഒരു ചേച്ചി പറഞ്ഞു പഞ്ചായത്തിൽ ചെന്ന് ഒരു അപേക്ഷ കൊടുത്താൽ പഞ്ചായത്തിൽ നിന്ന് 4 സെന്റ് വസ്തു നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഉമ്മ അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുവാൻ ഇടയായി. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് 4 സെന്റ് വസ്തു ഞങ്ങൾക്ക് കിട്ടുവാൻ ഇടയായി. അത് അവിടുന്ന് കുറച്ച് ദൂരെയാണ്. അവിടെ ഒരു ഷെഡ് കെട്ടി, ഓല ഷെഡ് കെട്ടി ഞങ്ങൾ അവിടെ താമസിക്കുവാനൊക്കെ ഇടയായി. അപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 8 വയസ്സ് എനിക്ക് വരത്തുള്ളൂ. ഞങ്ങൾ 4 പേരാണ് ഞങ്ങൾ അവിടെ താമസിച്ചത്. ഞങ്ങൾ അങ്ങനെ വാപ്പ ആ സമയത്തൊക്കെ മീൻ കച്ചവടത്തിനാണ് വാപ്പ പോയിക്കൊണ്ടിരുന്നത്. വാപ്പയുടെ തൊഴിൽ സൈക്കിളിലാണ് വാപ്പ മീൻ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കൊല്ലം പരവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കയറ് തിരിക്കുന്ന തൊഴിലുണ്ട്. എന്റെ ഉമ്മ തൊണ്ട് തരുന്ന ജോലിക്ക് ഉമ്മ പോകുമായിരുന്നു. എന്നുവെച്ചാൽ വാപ്പ മദ്യപിച്ച് എപ്പോഴും റോഡിൽ സൈക്കിൾ ഒരു സ്ഥലത്ത് കിടക്കും, വാപ്പ ഒരു സ്ഥലത്ത് കിടക്കും. മീൻ ബാക്കിയുണ്ടെങ്കിൽ ആരെങ്കിലും വാരിക്കൊണ്ട് പോകും. കച്ചവടം ചെയ്യുന്ന പൈസ എല്ലാം പോക്കറ്റിൽ നിന്ന് ആൾക്കാർ വാരിക്കൊണ്ട് പോകുന്ന ആ അവസ്ഥയായിരുന്നു. ഞാനും എന്റെ അനുജത്തി ഞങ്ങളെല്ലാവരും 2 വയസ്സിന് ഇളയതാണ്. അങ്ങനെയാണ് ഞങ്ങൾ 5 മക്കളും. എന്റെ അനുജത്തി ഞാൻ ഓരോരുത്തർ വന്ന് പറയും നിങ്ങളുടെ വാപ്പ അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നെന്ന് പറഞ്ഞ് ചിലപ്പോ കുടുംബസ്ത്രം പോലും കാണത്തില്ല വാപ്പാക്ക്. ഞങ്ങൾ വളരെ സങ്കടത്തോടും വേദനയോടും ഈ ആമക്കളൊന്നും പോയി അവർ വാപ്പായെ കിടക്കുന്ന അവിടെ കിടക്കട്ടെ എന്ന് പറയും. പക്ഷെ ഞങ്ങൾ 2 പെൺമക്കൾ ഓടി ചെന്ന് ഈ വാപ്പായെ വസ്ത്രം ഉടുപ്പിച്ച് ഞങ്ങൾ പിടിച്ച് എടുത്ത് കൊണ്ടുവരുമ്പോൾ 5 പൈസ കയ്യിൽ കാണത്തില്ല. പലപ്പോഴും ഞങ്ങൾ വീട്ടില് പട്ടിണിയുടെ അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഉമ്മ തൊണ്ട് തല്ലി കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഞങ്ങൾ വീട്ടിൽ ആഹാരം വെക്കുമ്പോൾ വാപ്പ പലരെയും വിളിച്ചുകൊണ്ട് പോയി വന്ന് വീട്ടിൽ നിന്ന് ആഹാരം കോരി കൊടുത്ത് ഞങ്ങൾ കഴിക്കാൻ നമുക്ക് പല പ്രാവശ്യം ഞങ്ങൾ പട്ടിണിയുടെ അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പഠനത്തിന്റെ മൂത്തക്കാർക്ക് മാമിയുടെ കൂടെ നിങ്ങൾ പഠിക്കാനൊന്നും താല്പര്യമില്ല. എന്നുവെച്ചാൽ അവര് അന്നത്തെ കാലഘട്ടത്തിൽ എന്റെ വാപ്പ പഴയ 10ാം ക്ലാസ്, ഉമ്മ പഴയ 8ാം ക്ലാസ്സുമാണ്. എന്നാൽ ഞങ്ങൾ മക്കളെ പഠിപ്പിക്കണമെന്ന് ഉമ്മാക്കോ വാപ്പാക്കോ ഒരു താല്പര്യവും ഇല്ലായിരുന്നു.
എന്നാൽ ഞാൻ പിന്നെ ഖുറാൻ എന്റെ വീട്ടിൽ ഞങ്ങൾ 5 പേരിൽ ഞാൻ മാത്രം 3ാം ക്ലാസ് വരെ ഖുറാൻ പഠിച്ചിട്ടുള്ളൂ. എന്റെ വീട്ടിൽ ആരും ദറസിൽ ഓതാൻ പോയിട്ടില്ല. 3ാം ക്ലാസ് വരെ ഞാൻ ഖുറാൻ എല്ലാം കുറച്ച് ഏകദേശം പഠിച്ചു. എന്നാൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മായുടെ ഒരു കൈ തളർന്നുപോയി. തളർന്നുപോയത് പ്രകാരം എന്റെ പഠനം അവിടെ വെച്ച് നിർത്തുവാനിടയായി. അന്നത്തെ കാലത്ത് ട്യൂഷൻ ഇല്ല, നമുക്ക് ഒന്നും പഠിപ്പിച്ചു തരാൻ ആരുമില്ല. നല്ലതുപോലെ തല കോതിക്കിട്ട് സ്കൂളിൽ വിടാം, നല്ലൊരു വസ്ത്രം ഉടുപ്പിച്ച് ഇടാൻ നമുക്ക് ആരുമില്ല. മാതാവൊക്കെ ആണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അവരങ്ങനെ ആയിരുന്നു. ഇന്നത്തെ നമ്മളെ തലമുറ നമ്മൾ അങ്ങനെ അല്ല. നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ എന്ത് ബന്ധപ്പെടുത്തും, എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അങ്ങനെ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. എന്റെ മാതാവും പിതാവും ഞങ്ങളെ പഠിപ്പിക്കാൻ മുന്നോട്ട് ആരുമില്ലായിരുന്നു. 5ാം ക്ലാസ് വരെ എത്തിയിട്ടും എന്നൊരു അക്ഷരം എനിക്ക് അറിയത്തില്ലായിരുന്നു. പഠിക്കാത്ത എല്ലാവരെയും ഈ പഠിക്കാത്ത കുട്ടികളെ കൊണ്ടുവന്ന് ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ ഇരുത്തും, പഠിക്കുന്ന കുട്ടികളെ ഏറ്റവും ഫ്രണ്ടിൽ ബെഞ്ചിൽ കൊണ്ടുവന്ന് ഇരുത്തുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ 5ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മായിയുടെ കൈ ഇതുപോലെ ഞാൻ തളർന്നതുപോലെ അങ്ങനെ കൊല്ലം ബെൻസി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഉമ്മായി അഡ്മിറ്റ് ആക്കി. അങ്ങനെ എന്റെ പഠനം അവിടെ വെച്ച് നിർത്തി. ഉമ്മായെ നോക്കുവാൻ വേണ്ടി ഉമ്മായെ നോക്കാൻ വേറെ ഈ മക്കളിൽ ഞാനാണല്ലോ ഇച്ചിരി മൂത്ത മകളായിട്ടുള്ള. അങ്ങനെ ഞാൻ ഉമ്മായെ നോക്കുന്നതിനാണ് പലരും സ്കൂളിൽ ഒരുങ്ങി പോണത് കാണുമ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ലല്ലോ, എന്നെ ആരും പഠിപ്പിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി ഞാൻ കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്റെ അനിയത്തിയും അതുപോലെ തന്നെയായിരുന്നു. എന്റെ മൂത്തുമാടെ വീട്ടിലൊക്കെ എന്റെ അനിയത്തിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ എന്റെ അനിയത്തി വളരെ കഷ്ടതയിലും വേദനയിലും കൂടെയൊക്കെ കടന്നുപോയി. അവർക്കും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇനി വന്ന് അപ്പോഴും എന്നെക്കാളും 2 വയസ്സിന് ഇളയതാണ് എന്റെ അനുജത്തി ഷീന എന്ന അനിയത്തിയുടെ പേര്. സഹോദരിയാണ് ഞാൻ. എന്നിട്ട് ഉമ്മയുടെ കൈ ഒരുവിധം സുഖമായി വന്നപ്പോ എന്നാ പിന്നെ കൊണ്ടുപോയി ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കണമെന്നൊന്നും എന്റെ മാതാപിതാക്കൾക്കൊന്നും അവർക്കൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ എന്നിട്ട് അതിനുശേഷം എന്നെയും കൂടെ കയറ്റിന്റെ പണിക്ക് വേണ്ടി കൊണ്ടുപോയി ആക്കി. എന്നൊക്കെ ഈ കയറ് തിരിക്കുന്ന വെച്ചാൽ ഇരുമ്പ് ചക്രമാണ്. അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ആരോഗ്യമില്ല, തീരെ മെലിഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. നന്നായി കഴിക്കാനുള്ള ആഹാരമില്ല, വളരെ കഷ്ടത. കിലോമീറ്ററുകൾ നടന്നാണ് കയറ് തിരിക്കാൻ ഞങ്ങൾ പോണത്. അതുപോലെ എന്നെ കൊണ്ടാക്കിയിട്ട് എന്റെ അനുജത്തിയും അതുപോലെ അവിടെ കൊണ്ടുവന്നാക്കി. അവള് അതിനേക്കാളും അത്ര പോലും ഇല്ല. പക്ഷെ ഉമ്മാക്കൊന്നും ഒരു സങ്കടമോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് അവരൊക്കെ ഈ ലോക ജഡപ്രകാരം ജീവിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ കയറ്റിന്റെ പണിക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. എന്നാൽ എന്റെ അനുജത്തി ആണെങ്കിൽ IRPC പോയിട്ടുണ്ട്, മണ്ണ് ചുമക്കാൻ പോയിട്ടുണ്ട്, കട്ടച്ചൂളയിൽ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അനുജത്തി എന്റെ അടുത്ത് ഇപ്പൊ ഈ കുറച്ചു നാളിന് മുമ്പാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ. എന്റെ അനുജത്തി പറഞ്ഞിട്ട് കട്ടച്ചൂളയിൽ പോയി ചുടുകല്ല് പലക എടുത്ത് വെച്ചിട്ട് സെറ്റായിട്ട് ഞാൻ അടുക്കി തട്ടുപോലെ വെച്ചു കൊടുക്കും. അപ്പോഴും നടു വളഞ്ഞ് മറിഞ്ഞ് മലന്ന് പോകുന്ന അവസ്ഥകൾ ഉണ്ടെന്ന് ആരോഗ്യമില്ല. അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് കഷ്ടം എന്റെ കുടുംബത്തിന് വേണ്ടി എന്നേക്കാളും കഷ്ടം സഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ബാല്യകാലത്തിന് സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാൽ ഖുർആൻ കുറച്ചെങ്കിലും അറിയാവുന്ന എനിക്ക് ഞാൻ സന്ധ്യക്ക് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യും. എന്റെ അമ്മ യാസീൻ ഓതാൻ വേണ്ടി നേർച്ച നേരും. എന്നാൽ അത് എല്ലാവരും ഈ സന്ധ്യക്ക് തിരി കത്തിച്ച് വെച്ചിട്ട് ഉമ്മ പറയും ഇത്ര യാസീൻ ഓതണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ കോളനിയിൽ താമസിക്കാൻ വന്ന സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ജനിച്ചു വളർന്ന സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ വാപ്പാടെ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, മാമിമാരും അങ്ങനെയുള്ളവരൊക്കെ, അപ്പച്ചിമാർ അങ്ങനെയുള്ളവരൊക്കെ ഉള്ളു. പക്ഷെ ഞങ്ങൾ ഈ കോളനിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പല പല ജാതിക്കാരുണ്ടെന്ന് അറിയുന്നത്. ഒത്തിരി കാറ്റഗറി ആയിട്ട് അങ്ങനെ അറിയുന്നത് അവിടെ വന്നാണ്. പക്ഷെ അവിടെ കോളനി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അവിടത്തെ ഉള്ള അവസ്ഥ, എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നതെന്ന്. പക്ഷേ ഭയങ്കരമായ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഭാഷകളും അത്രയും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നെങ്കിൽ ഞങ്ങള് ഈ ലോകം പോലും വിളിക്കുന്ന ഒരു ഭാഷ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ ഞങ്ങൾ വളർന്നു വന്നത് വളരെ ഭയത്തോടും ഭക്തിയോടും, ഞങ്ങളുടെ ജീവിതത്തിന് കഷ്ടതയാണെങ്കിലും ഞങ്ങൾ വളരെ ഭക്തിയോടെ ഞങ്ങൾ ജീവിച്ചു വന്നത്. ഞങ്ങളുടെ ബാല്യകാലമൊക്കെയും അങ്ങനെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ 3ാം ക്ലാസ്സിൽ ഖുർആൻ പഠിക്കാൻ പോയപ്പോഴും എനിക്ക് മദ്രസയിൽ പോകുവാനും ചില തടസ്സങ്ങൾ. ഒരു ദിവസം എന്ന് വെച്ചാൽ ഞങ്ങളെ കാത് കുത്തി കമ്മലിടാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല. അങ്ങനെ ഉമ്മയുടെ മൂത്തുമ്മ എന്ന് പറയുന്ന പള്ളിമുക്കി താമസിക്കുന്ന ഞങ്ങള് പിന്നെ അവര് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട്
അവരുടെ മക്കൾക്ക് പുതിയ കമ്മല് വാങ്ങി കൊടുത്തു. പഴയ മോഡൽ റിങ്സ് 2 എണ്ണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊണ്ടുവന്ന് കാതുകുത്തി കമ്മലിട്ട്. ആ കമ്മലിട്ട് കാതുകുത്തി 2 ആഴ്ച കഴിഞ്ഞു ഞാൻ തറസിൽ ഓടാൻ പോണ സമയത്ത് എന്റെ വാപ്പ മീൻകച്ചവടത്തിന് സൈക്കിൾ കൊണ്ടുവന്നാൽ എന്നിട്ട് പറഞ്ഞു, മോളെ ഉമ്മാക്ക് സുഖമില്ല, കൈവേദന കൂടുതലാണ്, മോളെ കമ്മലിഞ്ഞ് താന്ന് പറഞ്ഞ് എന്റെ മേടിച്ച് കൊണ്ടുപോയി. ഞാനങ്ങ് വിശ്വസിച്ചു, കുഞ്ഞല്ലേ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വാപ്പ അതുകൊണ്ട് മൊത്തം കുടിച്ച് അന്ന് ആ ഒരു അവസ്ഥയായിരുന്നു. അന്നേരം മദ്രസയിലെ പഠിത്തം പിന്നെ അവിടെ നിർത്തി. എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. പിന്നെ സഹോദരങ്ങള് ഇങ്ങനെ മൂത്ത സഹോദരൻ പിന്നെ കുറച്ച് ഇതായപ്പം തന്നെ ഞങ്ങൾ 2 പെൺമക്കൾ പ്രായമായിരുന്ന സമയത്തിന് മൂത്ത ഇക്ക ഒരു പെണ്ണിനെ മുസ്ലിം പെണ്ണിനെ തന്നെ സ്നേഹിച്ച് വിളിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾ മൂത്ത ഇക്ക രണ്ടുപേര് ഇറച്ചി വെട്ടുന്ന ജോലിയായിരുന്നു അവരുടെ തൊഴില്. അങ്ങനെ ഇക്കാന് ചെലവിന് മൂത്തൊക്കെ ഞങ്ങൾക്ക് ചെലവിനൊന്നും തരത്തില്ലായിരുന്നു. എന്നാൽ ഉമ്മ പറയും, ഞാൻ വീട്ടിൽ വളരെ കഷ്ടതയാണ് മോനെ, എന്തെങ്കിലും ഞങ്ങൾക്ക് തരണം, 2 പെൺമക്കളുണ്ട്, അവരെ കെട്ടിച്ചയക്കണ്ടേ, നീ എന്തെങ്കിലും തരണമെന്ന്. അങ്ങനെ അവിടെ കലക്കോട് മുസ്തഫ എന്ന് പറഞ്ഞ വലിയ പേര് കേട്ട ഒരു കോടീശ്വരനായിട്ട് മനുഷ്യന്റെ കൂടെ നിന്നാണ് ഇറച്ചി വെട്ടുന്നത്. അങ്ങനെയൊക്കെ അന്ന് കിട്ടുന്നത് പിന്നെ 5 രൂപയാ. ഞങ്ങൾ 25 രൂപ മൊത്തം കിട്ടുന്നു, 5 രൂപ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ചെന്ന് നിൽക്കും പോലെ ഞാൻ ചെന്ന് മണിക്കൂറുകൾ നിന്നാൽ ഈ 5 രൂപ തരത്തില്ല അവര്. ഞാൻ ചെന്ന് നിന്ന് എന്റെ കാല് കഴച്ചിട്ടുണ്ട് നമ്മള്. പിന്നെ എത്രയോ മണിക്കൂർ നിന്നിട്ടാണ് 5 രൂപ മേടിച്ചുകൊണ്ട് ഞാൻ മാത്രമേ പോയില്ല, അനിയത്തി വേറെ ആരും ഉമ്മായി ഒന്നും പോകത്തില്ല. വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഓടും. 5 രൂപ കിട്ടിയാൽ ഞങ്ങൾക്ക് അത്രയും ആയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ബാല്യകാലങ്ങളൊക്കെ കഴിഞ്ഞു പോയത്. ഞങ്ങളെ സഹോദരങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. മൂത്തൊക്കെ പിന്നെ ഞങ്ങളെ മുഖത്ത് നോക്കി നന്നായിട്ട് സംസാരിച്ചിട്ടില്ല. രണ്ടാമത്തേക്ക് ഞങ്ങളുടെ കൂടെയാണെങ്കിലും ഒരു പിശുക്കനായിരുന്നു. കിട്ടുന്ന പൈസയൊക്കെ ഒരുമിച്ച് വെച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് ശരീരത്ത് ഉപയോഗിച്ച് നടക്കുന്ന സ്വഭാവമായിരുന്നാൽ തുച്ഛമായ ചെലവിനൊക്കെ ഞങ്ങൾക്ക് തഴയെടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയായിരുന്നു എന്റെ ബാല്യകാലം. അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന സമയമൊക്കെ. അങ്ങനെ ഞങ്ങൾ പോയി കോളനിക്കകത്ത് താമസിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് വീട് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീട് വെച്ചു. അപ്പോഴും ഞങ്ങള് കുറച്ച് കാലം ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കും. ഞാൻ കയറ്റിന്റെ പണിക്കും ഉമ്മ തോണ്ടിയതെല്ലാം പോകും. ബാപ്പ മീൻ കച്ചവടത്തിന് മദ്യപാനമാണ് വാപ്പ. പക്ഷെ മദ്യപാനമാണെങ്കിലും വീട്ടില് ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല വാപ്പ. വാപ്പ ഭയങ്കര പാട്ടാണ്. പാട്ട് പാടി താളം എന്നാണ് എന്റെ വാപ്പായ അവിടെ അറിയപ്പെടുന്നതിന്. വാപ്പള പാട്ടൊക്കെ ഭയങ്കരമായിട്ട് പാടി ഇങ്ങനെ നടക്കുന്ന ജീവിതമായ ഉപദ്രവിക്കും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ വാപ്പാക്ക് ബോധം കാണത്തില്ല, റോട്ടിൽ കിടക്കാം. പിന്നെ പൈസ എല്ലാം ആരെങ്കിലും എടുത്തോണ്ട് പോകും. പക്ഷെ ഞങ്ങൾ ഉമ്മാക്ക് കൊടുത്ത ഇഷ്ടംപോലെ ഒത്തിരി സ്വർണ്ണങ്ങളൊക്കെ കൊടുത്ത അമ്മായ വിവാഹം കഴിച്ച് അയച്ചത്. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉമ്മായ കൊടുത്തു. പക്ഷെ എല്ലാം വാപ്പ പിടിച്ച് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കയറി പിരിച്ച് എന്റെ അനുജത്തി ഞാൻ കിട്ടുന്ന പൈസയൊക്കെ ഉമ്മാനെ കൊണ്ടുവന്നു. ഉമ്മായും കുറച്ച് ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവത്തിലായിരുന്നു ഉമ്മായും അന്നൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ. പക്ഷെ എന്റെ അനുജത്തി ഷീന അവൾ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. പക്ഷെ ഇതും എല്ലാം എന്റെ ഉമ്മ പണയം വെക്കും, വാപ്പ വിളിക്കും. അങ്ങനെയൊക്കെ ഒരു കാലം. ഒരു ഇളയ സഹോദരൻ മാത്രമാണ് ഞങ്ങളെ വീട്ടിൽ 9ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും പഠനങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. വളരെ വേദനയോട് നിറഞ്ഞ എന്റെ ജീവിതമായിരുന്നു എന്റെ ബാല്യകാലം. ഞാൻ എന്നിട്ടും നിസ്കരിക്കും, നിസ്കാര പാട്ടിലിരുന്ന് ദുആ ചെയ്യും. എന്നെ സൃഷ്ടിച്ച അള്ളാഹു ഇല്ലേ, ഞങ്ങളെ രക്ഷിക്കാനില്ലേ, എന്റെ വാപ്പാടെ കുടി മാറത്തില്ലേ, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും മരിച്ചു കളഞ്ഞാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്ന് വെച്ചാൽ ഉമ്മയുടെ ജീവിതം കണ്ടിട്ട് ഇന്നത്തെ പോലത്തെ മൊബൈലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാൽ ഞാൻ കൊച്ചിലെ ഞാൻ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, സത്യദൈവമുണ്ടോ, ദൈവമുണ്ടോ, ദൈവമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുവോ? എല്ലാവരും പല ആൾക്കാരും നല്ല ജീവിച്ച് നമ്മൾ മാത്രം ഇത്രയും കഷ്ടതയിൽ ജീവിക്കുന്നത് എന്ത്? പക്ഷെ കുഞ്ഞിലെ ഞാൻ പിന്നെ ഇസ്ലാം കാര്യം ഈമാൻ കാര്യം ആത്മത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന മദ്രസയില് ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണെന്നാണ്. അതുകൊണ്ട് ഖുർആനൊക്കെ എനിക്ക് ഭയങ്കര പറ്റിയായിരുന്നു. തലയിൽ തുണി ഞാൻ എടുക്കത്തില്ല. പിന്നെ ഞാൻ തറസിൽ പോയ റോട്ടിൽ നമ്മൾ നടന്നുപോയി അന്യ പുരുഷന്മാരെ നോക്കരുതെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ പാപം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു മുടി 7ആയിട്ട് കീറിയിട്ട് പാലം കെട്ടിയിട്ട് അതിൽ കൂടി നിങ്ങൾ നടത്തിയിട്ട് അതിൽ അടിയിൽ തിളച്ച എണ്ണ വെച്ചിട്ട് നിങ്ങൾ അതിൽ തള്ളിയിടും എന്നൊക്കെ ഭയാനകമായ ഭയപ്പെടുത്തുന്ന ഇതാണ് ഞങ്ങളെ ഉസ്താദന്മാരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പറ്റിയും ഭയവുമായിരുന്നു എനിക്ക് ആ വിശ്വാസത്തില്, മതത്തിലെ വിശ്വാസത്തില്. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ വിശ്വസിച്ച് ഈ കഷ്ടതയാണെങ്കിൽ എന്നാലും ഞാൻ
അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഖുർആൻ വായിക്കും, ഓതും, ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്റെ വാപ്പാടെ കള്ളുകുടി മാറണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു വിടുതലില്ലേ എന്നൊക്കെ. പക്ഷെ ആര് കേൾക്കാൻ? ആരും അന്നൊന്നും കേട്ടിട്ടില്ല. ഞങ്ങളെ നിലവിളിയൊന്നും ആരും കണ്ടിട്ടില്ല. കേൾക്കാൻ ആരുമില്ലായിരുന്നു, ഞങ്ങൾ സഹായിക്കാനും ആരുമില്ലായിരുന്നു. അങ്ങനെ അങ്ങനെ ആയിരിക്കുന്ന സമയകാലത്തിന്റെ പണിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, അന്ന് എനിക്ക് ഏതാണ്ട് 18ാമത്തെ വയസ്സായിരുന്നു. പിന്നെ ആ ഒരു സമയത്താണ് പിന്നെ എനിക്ക് ഒരു വിവാഹാലോചന വരുന്നത്. അതായത് ഒരു പുതിയ ഇസ്ലാം എന്ന് പറയും, വേറൊരു മതത്തിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ച് ഞങ്ങളുടെ അനുഷ്ഠാന കർമ്മങ്ങളും എല്ലാം എല്ലാം ചെയ്ത് ഒരു പുതിയ ഇസ്ലാമായിട്ട് വരുന്നത്. അത് തീരെ നിവൃത്തിയില്ലാത്തവർക്ക് മാത്രമേ ഒരു പുതിയ ഇസ്ലാമിനെ വിവാഹം ചെയ്ത് കൊടുക്കത്തുള്ളൂ. അങ്ങനെ വന്നതാണ് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന പിന്നെ അവർ ജനിച്ചപ്പോ അച്ഛനും അമ്മയും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, നായർ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അമ്മയ്ക്കും അച്ഛനും അവർക്ക് 2 മക്കളാണ്. പിന്നെ അങ്ങനെ മുസ്ലിങ്ങളുടെ കൂട്ട് അങ്ങനെ കൂട്ടുകൂടിയാണ് ഭീമാ പള്ളിയിൽ നിന്ന് പഠിച്ചു. പിന്നെ പൊന്നാനി പോയി മുസ്ലിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് അവിടെ ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് ഈ ഭീമാ പള്ളിയിലുള്ള ഒരു ബന്ധു ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. പുള്ളി നിന്ന് ആ വീട്ടില് അങ്ങനെ അത് മുഖാന്തരമാണ് ഈ കോളനിക്കകത്ത് വന്ന് പെടുന്നത്. അപ്പൊ ഞങ്ങൾ സ്നേഹിച്ചിട്ടും അങ്ങനെയുള്ള ഒരു ഇതുമില്ല. ഞാൻ നടന്നു പറഞ്ഞിട്ടില്ലേ, 3 നോക്കത്തില്ല, നീ പുരുഷന്മാരെ നോക്കത്തില്ല, 3 നോക്ക എങ്ങനെയൊക്കെ നമുക്ക് അറിയത്തില്ല. അപ്പോഴ് ഈ ഞങ്ങളുടെ വീട്ടിൽ ഉമ്മായിട്ട് സഹകരിക്കുന്ന ഒരു രാജൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു. ആ ആളിന്റെ കൂടെയൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനെ നടന്നാൽ പോലെ എനിക്ക് വിവാഹം കഴിക്കണം, ഞാൻ വിവാഹം കഴിക്കുന്നത് ഒരു മുസ്ലിം പെണ്ണിനെ വിവാഹം കഴിക്കത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു കൊച്ചിനെ മതി, എനിക്ക് കിടക്കാൻ ഒരു ഇടം മതി, എനിക്കൊരു പാവപ്പെട്ട വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് ഇതുപോലെ ആലോചിച്ച് ഞങ്ങളുടെ അടുത്ത് വന്ന് ഉമ്മ അടുത്ത് വന്ന് ഇതുപോലെ പറഞ്ഞു. പിന്നെ താത്ത എന്നാണ് ഉമ്മായി വിളിക്കുന്നത്. താത്ത, ഇതുപോലെ ഒരു ആലോചനയുണ്ട്, നിങ്ങളെ മൂത്ത മകളെ ഷൈനായ വിവാഹം ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴ് ഉമ്മ പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ എന്റെ ഞങ്ങൾ വിവാഹം, ഞാൻ പറഞ്ഞല്ലോ, ഒരു പെണ്ണിനെ വിളിച്ചു കൊണ്ട് ഞങ്ങളെ വീട്ടിലുണ്ട്. അപ്പോഴും 6 മാസമായപ്പോഴും അപ്പോഴേക്കായോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല, പുതിയ ഇസ്ലാമാണ്, അത് നടക്കത്തില്ല, അത് ശരിയാവില്ല. അപ്പോഴും ഉമ്മ പറഞ്ഞു, എന്നാൽ എല്ലാ ചെലവും നടത്തി എന്റെ മൂത്ത മോളെ നീ വിവാഹം കഴിച്ചയക്കാമെന്ന് സമ്മതം പറയണമെങ്കിൽ ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാമെന്ന് പറഞ്ഞു. അപ്പോഴിക്കാക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അപ്പോഴിക്കാടെ ഭാര്യ, ഞങ്ങൾ മദിനിന്നാ വിളിക്കുന്ന, മദിനി പറഞ്ഞു, നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാം ഉമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് നിരന്തരമായിട്ട് പിന്നെ പുള്ളിക്കച്ച അമ്മ, അവര് പേര് മണികണ്ഠൻ എന്നാണ് അമ്മയും അച്ഛനും ഇട്ടത്. എന്റെ വിവാഹം കഴിച്ച ആള് പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു വന്നപ്പോൾ അവരിട്ടത്, ഇസ്ലാമിലെ ഉസ്താദന്മാരിട്ട പേര് അൽ അമീൻ എന്നാണ് പേരിട്ടത്. അപ്പോൾ ഞങ്ങൾ മുസ്ലിമായിട്ട് ഞങ്ങൾ വിവാഹം കഴിക്കാൻ വന്നതായത് അൽ അമീൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ വന്ന് ആലോചിച്ച് അങ്ങനെ ഉമ്മ ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞു കേട്ടപ്പോ പലർക്കും ഇഷ്ടമല്ല, പലർക്കും ഇഷ്ടമുണ്ട്. ഉമ്മക്ക് താല്പര്യമുണ്ട്. ഉമ്മ പറഞ്ഞു, എനിക്ക് ഒരു നിവൃത്തിയുമില്ല നിങ്ങൾ വിവാഹം കഴിച്ചയക്കുക. അപ്പോൾ എനിക്ക് വിവാഹത്തോട് ഒരു താല്പര്യവുമില്ല. എന്ന് വെച്ചാൽ എന്റെ ഉമ്മയുടെ ജീവിതം, എന്റെ ജീവിതത്തിന്റെ കഷ്ടത ഇതൊക്കെ ഓർത്തിട്ട് എന്തിനാ വിവാഹം എന്ന് എനിക്ക് വേണ്ട വിവാഹം, എന്റെ അനിയത്തി വിവാഹം കഴിച്ചു. അപ്പോൾ അവൾ കുറച്ചുകൂടെ കുഞ്ഞാ, 16 വയസ്സേ ഉള്ളവർക്ക്. അപ്പോഴും ഉമ്മ പറഞ്ഞു, പ്രായപൂർത്തി പോലും ആയില്ല. അപ്പോഴ് പറഞ്ഞു, മോളെ നീ ഇത് സമ്മതിക്കണമെന്നൊക്കെ ഉമ്മ കരഞ്ഞ് എന്റെ കൂടെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ച് ഉമ്മാക്കൊരു ഭാരമായിരിക്കും, നമ്മൾ 2 പെൺമക്കൾ ഇരിക്കുമ്പോ തള്ളമാർക്ക് ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനങ്ങ് സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം 1996 ആണ് ഞങ്ങളെ വിവാഹം നടക്കുന്നത്. 25-ാം തീയതി 2-ാം മാസത്തിലാണ് ഞങ്ങളെ വിവാഹം നടക്കുന്നത്. അപ്പൊ ഞങ്ങളെ വിവാഹത്തിന് പിന്നെ എന്റെ ഉമ്മ വന്ന് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനെയും അമ്മയും അവർ താമസിക്കുന്ന എന്റെ ഹസ്ബൻഡ് ജനിച്ചു വന്ന സ്ഥലമാണ് ഈ തിരുവനന്തപുരം പേരുക്കട വേറ്റിക്കൊണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വന്ന അച്ഛനും അമ്മയും വിവാഹത്തിന് വിളിച്ചു. നമ്മള് അല്ലാതെ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു മാതാപിതാക്കളും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എന്നുവെച്ചാൽ ഒരു മകൻ നല്ല യൗവന പ്രായത്തിൽ ഇറങ്ങിപ്പോയി, ആദ്യം കിട്ടിയൊരു മകനാ, പിന്നെ ഇളയതൊരു മകളാ. അപ്പോഴ് അവര് ഞങ്ങളെ ഉമ്മായൊക്കെ വിവാഹം പറയാൻ വന്നപ്പം അടിച്ച് കൊന്നില്ലെന്നേ ഉള്ളു. അങ്ങനെയാ ഉമ്മായൊക്കെ അവിടുന്ന് ഓട്ടിച്ച് വിട്ടത്. എന്ന് വെച്ചാ ഞങ്ങള് ഉമ്മായ കൈവശമാക്കി എടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോഴ് അവരില്ലാതെ ഞങ്ങള് പള്ളിയിൽ വെച്ച് നിൽക്കാതെ പോലെ മുസ്ലിങ്ങളെല്ലാം
ആചാരങ്ങളും അതുപോലെ ആ ചടങ്ങുകളും പ്രകാരമാണ് വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങളെ വിവാഹം. ഞങ്ങൾ 96-ല് ഞങ്ങളെ വിവാഹം കഴിഞ്ഞ് ഞങ്ങള് പോകുന്ന സമയത്ത് ഇന്ന് വീട്ടിൽ ഒരു ഉമ്മ ഉണ്ട്. 6 മാസം പോയ അര വയസ്സ്, നിങ്ങൾ 6 മാസം തികച്ച് നിങ്ങൾ താമസിക്കൂല, അതിനുള്ള വേല ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് അവർക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, അവരെ വീട്ടില് നിർത്തി പഠിപ്പിച്ച് അവരെ ഒരു കുഞ്ഞിനെ കൊണ്ട് വിവാഹം കഴിക്കണമെന്നായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ നടന്നപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചു. പക്ഷെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി. പ്രശ്നം ഓരോ ഞങ്ങൾ 20 ദിവസമേ ഞങ്ങളെ വീട്ടിൽ താമസിച്ചുള്ളൂ. ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങള് മാറി വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മൂത്ത പൈതലിനെ 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് മൂത്ത പൈതല് തന്ന്. മോന്റെ പേര് ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടാണ് ഞങ്ങൾ ജീവിച്ച് അതുകൊണ്ട് മൂത്ത മോന്റെ പേര് അൽ അമീർ എന്നാണ് ഇട്ടിരുന്നത്. മോന് ജനിച്ച് ഏതാണ്ട് 1.25 വയസ്സായപ്പം രണ്ടാമത്തെ മോനെ ഇതുപോലെ ഗർഭിണി. അപ്പൊ ഞങ്ങൾക്ക് വലിയ ജോലിയൊന്നുമില്ല. അന്ന് പിന്നെ ഞാൻ ഇങ്ങനെ കയറ്റിന്റെ പണിക്ക് പിന്നെ കുറെ നാൾ പോകാതായി. പിന്നെ എന്റെ ഹസ്ബൻഡിന് വലിയ ജോലിയും മൊത്തം മേശരിയായിരുന്നു, എന്നുവെച്ചാൽ കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു. ഒരു ഇവിടെ ഞങ്ങളവിടെ പറയുന്ന ആ ഒരു പേരാണ്. പിന്നെ അങ്ങനെ ആ ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അത് എന്നും ജോലിയൊന്നും കാണത്തില്ല. അങ്ങനെ വളരെ ഒരു കഷ്ടതയിൽ കൂടി ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാനുള്ളത്. അതുകൊണ്ട് രണ്ടാമത്തെ മകൻ ഇതുപോലെ ഞങ്ങള് ഗർഭിണിയായപ്പോൾ വളർത്താനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് ഞങ്ങൾ പോയി അബോർഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നെടുമോലം എന്ന് പറയുന്ന അവരുടെ മൂത്ത മകനെ ഞാൻ ഡെലിവറി ആയിരുന്നത്. അപ്പൊ അവിടെ ചെന്ന് ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വളർത്താനുള്ള ഒരു ഇതില്ല, ഞങ്ങൾക്ക് ഇത് അബോർഷൻ ചെയ്യണം, അതിനുള്ള എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പറയണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് മൂത്ത കൊച്ചിന് എത്ര വയസ്സായിരുന്നു? 1.25 വയസ്സായിരുന്നു. അങ്ങനെ അവർ സ്കാൻ ചെയ്ത് നോക്കട്ടെ. സ്കാൻ ചെയ്തപ്പം അതിന്റെ ഉദരത്തിനകത്ത് കുഞ്ഞിന് 4 മാസമായി. അപ്പോൾ അവർ പറഞ്ഞു, ഇനി അത് അബോർഷൻ ചെയ്യാൻ പറ്റത്തില്ല. അഥവാ അബോർഷൻ ഇത് ചെയ്താലും നിങ്ങൾക്ക് പിന്നെ ഒരു കുട്ടി വേണമെന്ന് വിചാരിച്ചാലും ആ കുട്ടി ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല ആ കുഞ്ഞിന്റെ കൂടെ അതൊന്നും വളർന്നോളും. ഡോക്ടർ പറഞ്ഞതാ, ലേഡി ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു ആ കുഞ്ഞിന്റെ കൂടെ അതൊന്നും വളർന്നു വരും. ഈ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ മൂത്ത മകന് 2.25 വയസ്സാകൂലി എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകനെ പിന്നെ ഡോക്ടർ പ്രകാരം ഞങ്ങൾ ആ മോനെ പ്രസവിക്കുവാനിട. അത് മോനായിരുന്നു. രണ്ടാമത്തത് അൽ ഷമീർ എന്ന ആ മോന് പേരിട്ടത്. പിന്നെ മോശയെ പോലെ കുഞ്ഞായിരുന്നു എന്റെ രണ്ടാമത്തെ. മൂത്ത മകനും കൊള്ളത്തിരുന്നില്ല. എന്നാൽ ആ ഡോക്ടർ കണ്ടിട്ട്, ഈ കുഞ്ഞിനല്ലേ നിങ്ങൾ കൊല്ലാൻ നോക്കിയത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞിനെ എത്ര ലക്ഷം വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞ ആ ഡോക്ടർക്ക് മക്കള് ഇല്ലായിരുന്നു. ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാം കൊടുത്താൽ ആരും വളർത്താൻ കൊടുക്കൂല എന്നുള്ള ആ ഒരു പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെ ഞങ്ങള് 2 മക്കളായി. ആ സമയത്ത് ഞങ്ങള് മൂത്ത മോന് ഏതാണ്ട് 6.5 വയസ്സായ സമയം, ഇളയ മോന് 4 വയസ്സ് അടുപ്പിച്ചോളം ആയ സമയത്താണ് എന്റെ ഹസ്ബൻഡ് ഇതുപോലെ മേശിരി പണിക്ക് ഇതുപോലെ ചാരം കെട്ടി നിന്ന് മേശിരി പണി ചെയ്തുകൊണ്ടിരുന്ന ചാരം ഒടിഞ്ഞ് വന്ന് വീണ് ഇതുപോലെ കൈ ഒടിയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നത് അവിടെ പെട്ടെന്ന് കൊണ്ടുപോകുന്ന കൊല്ലത്താണ്. കൊല്ലം ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. അവിടെ കൊണ്ടുവന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോയി. അവിടെ വെച്ചാണ് ഞാൻ ക്രിസ്തുവിനെ അറിയാൻ അവസരങ്ങൾ വരുന്നത്. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അതായത് ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനൊക്കെ ഇവിടെയല്ലേ. അപ്പോഴും ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ഒത്തിരി അവരുടെ സഹായം കൂടെ ഞങ്ങൾക്ക് ഹെൽപ്പ് കൂടെ ഉണ്ടായിരിക്കും അല്ലോ എന്നുള്ള ഇതിനു മുമ്പ് ബാല്യകാലത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഞങ്ങളെ വാപ്പായുടെ കുടുംബ വീട്ടിൽ കഴിയുന്ന സമയത്ത് ഞങ്ങൾ ഈ 5 മക്കളും, അപ്പോഴും ഞങ്ങള് 5 മക്കളും വാപ്പായുടെ കുടുംബത്തിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ 5 മക്കളും ഒരുമിച്ചാണ്. അപ്പോഴും ഞങ്ങൾ അയലത്ത് വീട്ടിൽ പോയിരിക്കുന്ന ഒരു സ്വഭാവം അമ്മക്കുണ്ടായിരുന്നു. അവിടെ ആ ഒരു ഇത്തായിയുടെ അടുത്ത് ഞങ്ങൾ ആ തിണ്ണയിലൊക്കെ ഞങ്ങൾ കിടന്ന് ഉറങ്ങും. അവസാനം ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് അമ്മ എല്ലാരെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വരുന്ന എല്ലാം കഴിക്കാനൊക്കെ തന്നിട്ടാ പോണം. അപ്പൊ ഞങ്ങൾ വീട്ടിന്റെ മുറ്റത്താണ് ഒരു കിണറുണ്ട്.
കിണറ് ഈ അന്നൊക്കെ ഈ കല്ല് ചെത്ത് കല്ലെന്ന് പറയും, അത് വെച്ച് കെട്ടി 2 വരിയെ കെട്ടിയിട്ടുള്ളൂ. അപ്പോഴും ആ കിണറിന്റെ അടുത്തൂടെ ഞങ്ങൾ കയറി പോകണം. ഞങ്ങളുടെ വീട്ടിൽ കയറി പോകണം 3-4 സ്റ്റെപ്പ് ഇങ്ങനെ പൊക്കത്തിൽ കെട്ടിയേക്കുക കയറി. അപ്പോൾ എല്ലാവരും കയറി പോയി. അപ്പോൾ എന്റെ അടുത്ത് പറയുക, ആരാ പറയുക, വീടെത്തി കാലെടുത്ത് പോയി. എന്റെ ഉള്ളിൽ ഇരുന്നോണ്ട് ആരോ പറയുന്നു, നീ കാലെടുത്ത് പോയി വീടെത്തി കയറുന്നില്ലേ. ഞാൻ കാലെടുത്ത് വെച്ചത് കിണറിനകത്തായിരുന്നു. കിണർ നല്ല ആഴമുണ്ട്. ആ കിണറിനകത്ത് ഞാൻ ചെന്ന് വീണു. ആ കിണറിനകത്ത് ആര് എന്നെ ഇരുത്തിയെന്നോ എന്തെന്നോ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്റെ ശരീരത്തിന് ഒരു പോറല് പോലും ഏൽക്കാതെ വെള്ളമില്ലായിരുന്നോ? വെള്ളം നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ആ കിണറിനകത്ത് ഈ നമ്മളെ ഈ ഒരുമാതിരി കിണറിനകത്ത് ചില പുല്ലുകൾ പിടിച്ചു നിൽക്കുമല്ലോ, അതുപോലെ വല കെട്ടിയാണ് ആ പുല്ലിനകത്ത്. എന്നാൽ എന്റെ ആ ഒരു പ്രായത്തിൽ 8 വയസ്സങ്ങണ്ട, എനിക്ക് 8 വയസ്സ് തികച്ചില്ല. ആ പ്രായത്തിൽ അതിൽ നിന്ന് കവന്ന് താഴെ വീഴേണ്ട ഒരു ഇതുണ്ട്. അപ്പോഴും എന്റെ മൂത്തൊക്കെ ഷൈനയെ കണ്ടില്ല, ഷൈന അവിടെ. അങ്ങനെ അമ്മ അയ്യോ എന്റെ കൊച്ചെന്തി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ അന്ന് കറണ്ടൊന്നുമില്ല വീട്ടിലൊന്നും. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് കൊട്ട കെട്ടി ഇറക്കി അതിനകത്ത് അടുത്ത വീട്ടിലൊരുക്കായാണ് എന്നെ അന്ന് കൊണ്ടുവന്നത്. അങ്ങനെ അത് ഞാന് ഇതിന്റെ ഒരു വെളിപ്പാട് ദൈവം, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ദൈവം എനിക്ക് കാണുന്നത്. ഞാൻ അതിന്റെ സാക്ഷ്യത്തിന്റെ ഇടയിൽ അത് ഞാൻ പറയും. അത് കാണിച്ചത് എങ്ങനെയാണ് ദൈവം. അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഇതുപോലെ വീണു. പിന്നെ കൈ ഒടിഞ്ഞ സമയത്ത് ഞാൻ അന്ന് ഈ പരവരെന്ന് പറയുന്ന സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കും. ഒരു വസ്തു ഞങ്ങൾക്ക് നോക്കാൻ വേണ്ടി പോയ സമയത്താണ് വീട് കൈ ഒടിഞ്ഞത്. ആ വസ്തു അന്ന് ഞങ്ങൾ മേടിച്ച് അവിടെ താമസിക്കാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു ഞങ്ങള്. അങ്ങനെ ആ സമയത്താണ് വീണ് ഇതുപോലെ കൈ. അങ്ങനെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. വേറെ ആൾക്കാർ, അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ കൂടെ ഇല്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോഴും തന്നെ കൈ വീണ് അപ്പോഴും തന്നെ ഒരു കൈയുടെ 2 എല്ല് പൊടിഞ്ഞ് മാറുവാനിടയിൽ. നമ്മൾ കൈ ഇങ്ങനെ നൂന്നിരിക്കുന്നത്, പക്ഷെ അതിന്റെ എല്ല് പൊടിയുമ്പോ കൈക്ക് അങ്ങ് നീണ്ടു പോകും. എല്ലിന്റെ ബലത്തിലാണ് നമ്മളെ കൈകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മണിക്കൂറുകൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു. അവർക്ക് ഇതൊക്കെ ഇഷ്ടം പോലെ ഒത്തിരി വരുന്നത് കൊണ്ട് അവർക്കൊക്കെ നിസ്സാര. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് സർജറിക്ക് കയറ്റിയത്. അന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ സഹായത്തിനൊന്നും ആരുമില്ല. ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ആരാണോ ഞങ്ങളെ സഹായിച്ച് എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും അത് ഒരു ഓർമ്മയിൽ എത്താൻ കഴിയുന്നില്ല. അങ്ങനെ സർജറി കഴിഞ്ഞ് പിന്നെ വാർഡിലോട്ട് വാർഡിൽ മാറ്റിയ സമയത്ത് ആണ് ഈ ഞങ്ങള് നാട്ടിൽ ജനിച്ചു വളർന്നു എങ്കിലും ബെന്തക്കോസ് എന്ന് പറയുന്ന ഒരു ഫാമിലി എല്ലാം ഞാൻ കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികളുണ്ട്, ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നാണ് ഞാൻ വിചാരിച്ച ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ആരും ട്രാക്ട് തന്നിട്ടില്ല. ഞങ്ങൾ ആ ബാല്യകാലത്ത് ഞങ്ങൾ ആ കോളനിക്കകത്ത് വെള്ളം ഇല്ലാത്ത സമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾ ഈ വെള്ളം കുറെ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞങ്ങൾ പോണത്. അപ്പോഴവിടെ ആ കാലഘട്ടത്തിൽ അവിടെ ചുറ്റുവട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ ഒരു കുടുംബമുണ്ട്. അവര് നല്ല സാമ്പത്തിക കുടുംബത്തിലൊക്കെ, പക്ഷെ അവര് മാത്രമേ ആഭരണം ഇടാതെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും പണം ഉണ്ടായിട്ട് ഇവര് എന്തിന് ആഭരണം ഇടാതെ ജീവിക്കും. നമുക്ക് അറിയത്തില്ല ബന്ധക്കോസാണ്, പക്ഷെ നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നത് ഈ മെഡിക്കൽ കോളേജിൽ വെച്ചാൽ. ഞങ്ങൾ വീടിന് കൈയൊടിഞ്ഞ വാർഡിൽ ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങളെ വാർഡിലോട്ട് മാറ്റിയ സമയത്ത് അനേക ദേവദാസന്മാരൊന്നും എനിക്ക് അറിയത്തില്ല. വിശ്വാസികള് വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോഴും ഞങ്ങൾക്ക് എന്തൊരു ചെയ്താൽ മതി എന്നുള്ള ഇതിൽ സമ്മതിക്കും, പ്രാർത്ഥിക്കും. പിന്നെ സുവിശേഷം പറയും, ട്രാക്ട് തരും. അങ്ങനെ ഞാനിതൊന്നും ചെവി കൊടുക്കൂല. അപ്പോഴും എന്റെ ഹസ്ബൻഡിനെ ഇതിനോട് വലിയ താല്പര്യം. അവര് പ്രാർത്ഥിക്കുന്നതിന് ഭയങ്കര വിശ്വാസം. അങ്ങനെ ആദ്യത്തെ ഒരു സർജറി കഴിഞ്ഞ് പിന്നെ ഞങ്ങള് വീട്ടില് വരുവാനിടയായി. ഞങ്ങൾ വീട്ടിൽ വന്നത് എന്റെ സ്ഥലത്തല്ല പോയത്, എന്റെ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും ഒക്കെ താമസിച്ചു. അതിനിടയിൽ അമ്മയും അച്ഛനൊക്കെ മക്കളെ ഗർഭിണിയായ സമയത്തൊക്കെ വരികയും ഞങ്ങൾ സഹകരിക്കും. പിന്നെ ഞങ്ങൾ നല്ലൊരു ഇതായിരുന്നു. അങ്ങനെ അമ്മയൊക്കെ താമസിക്കുന്നു. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ഈ സ്ഥലത്തോട്ട് തിരുവനന്തപുരത്തോട്ട് വരുവാൻ, അമ്മയുടെ ഭവനത്തിൽ വരുവാൻ ഒക്കെ ഇടയായി. അങ്ങനെ ഭവനത്തിനകത്ത് ഇങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് എന്റെ ഹസ്ബൻഡ് കിടക്കുന്ന സമയത്താണ് അമ്മയുടെ ബന്ധത്തിലുള്ള കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഹിന്ദു കുടുംബത്തിന് രക്ഷിക്കപ്പെട്ട് വന്ന ഒരു മകനുണ്ടായിരുന്നു. നിരന്തരമായി വന്നിരുന്നു സുവിശേഷം പറയും, യേശുവിനെ കുറിച്ച് പറയും. പക്ഷെ ഹസ്ബൻഡിന് മെഡിക്കൽ കോളേജിൽ വെച്ച് പകുതി ക്രിസ്തുവിനോട് ആയ ഒരു പരുവമായിരുന്നു. അത് വിശ്വസിക്കുക. അങ്ങനെ പിന്നെ ഉള്ളൂര് IPC ചർച്ചിലുള്ള ഒരു അച്ചായൻ, അമേരിക്കയുള്ള ഒരു അച്ചായൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ബൈബിള് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ ഇത്
വായിക്കണം, നിന്റെ കയ്യെ ദൈവം വിടിവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബൈബിള് കൊണ്ടുവച്ച് എന്റെ ഹസ്ബൻഡ് വായിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പുരുഷന്മാര് ജീവിതത്തിൽ കരയുന്ന ചുരുക്കമാണ്. പക്ഷെ എന്റെ ഹസ്ബൻഡ് ജീവിതത്തിൽ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് കരയണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്റെ മനസ്സിൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ. പക്ഷെ ഈ കൃഷ്ണകുമാർ എന്ന് പറയണ ഈ മകൻ വന്നിരുന്ന് സുവിശേഷം പറയുമ്പോ എനിക്ക് ഇത് വെച്ചാൽ നമുക്ക് പറയുവാൻ താമസം, കേൾക്കുവാൻ വേഗതയും വേണമെന്നാണ് ദൈവവചനം പറയണത്. ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കും. പക്ഷെ ഒരു വല്ലാത്ത എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സാന്നിധ്യം എന്നുവെച്ചാൽ ഈ മകൻ പറയുന്ന വാക്കുകൾ, യേശുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ. പിന്നെ എന്റെ ഹസ്ബൻഡ് ഏതാണ്ട് പിന്നെ ഈ മകൻ സുവിശേഷം പറഞ്ഞ് അടുത്തൊരു ചർച്ചിൽ തന്നെ ചെറിയ കൂട്ടായ്മയിൽ ഈ മകന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് പോകുവാനിടയായി. ചെറിയ കൂട്ടായ്മയിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എതിർപ്പുമായിരുന്നു. അങ്ങനെ പോകാൻ പറ്റത്തില്ല, ഞാൻ ഇസ്ലാമിലാണ് ജനിച്ചു വന്നത്. അപ്പോഴും പറയും, നമ്മൾ ഇത്രയും രക്ഷിച്ചില്ലല്ലോ, ആരും ഇല്ലായിരുന്നല്ലോ, നിന്റെ അള്ളാഹു എന്ത് രക്ഷിക്കാത്ത, എന്റെ ദൈവം എന്ത് രക്ഷിക്കാത്ത എന്നൊക്കെ പറയാം. നമ്മൾ ഈ ദൈവം എന്ത് രക്ഷിക്കൂ? അപ്പോഴും അല്ല, നമുക്കൊന്ന് നോക്കാൻ രക്ഷിക്കുമില്ലേന്ന് എന്നൊക്കെ പറയാം. ഞാൻ പറയും, ഇല്ല, കഷ്ടതയാണെങ്കിൽ എന്തിനാണെങ്കിലും ഞാൻ എന്റെ അള്ളാഹുവിനെ വിട്ട് ഞാൻ വരത്തില്ല, ഇതൊക്കെ ഹറാമാണ്, അങ്ങനെ ഒന്നും പോകാൻ പാടില്ല, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടാകാം. പിന്നെ കുഞ്ഞുങ്ങൾ ഇവിടുത്തെ സ്കൂളിൽ ആക്കിയിട്ടില്ല, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഉമ്മാടെ അവിടെ ആ സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഈ മകൻ വന്ന് സുവിശേഷം പറയും. സുവിശേഷം പറയുന്നത് ഏതാണ്ട് അപകടം നടന്നത് 2004-ലാണ്. ഞങ്ങള് രക്ഷയിലോട്ട് വരുന്നത് 2005-ലാണ്. ഒരു വർഷത്തെ ഈ അപകടം നടന്നു, ഈ ആക്സിഡന്റ് നടന്ന സമയത്ത് ഞങ്ങൾ ഈ വീണ് കൈയൊഴിഞ്ഞ സമയത്ത് ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് ഈ മകൻ വന്നിട്ട് നിരന്തരമായിട്ട് സുവിശേഷം പറയും. എന്നുവെച്ചാൽ ദൈവത്തിന് ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം ആളെ അയച്ച് വിടിപ്പിക്കുമെന്നാണ്. അങ്ങനെ ഈ മകനെ ഒരു ദൂതനെ അയക്കുമ്പോൾ പോലെയാണ്. അങ്ങനെ എന്റെ ഹസ്ബൻഡ് രക്ഷയിൽ വന്നു, രക്ഷിക്കപ്പെട്ടു. അടുത്തുള്ള ഒരു ചർച്ചിൽ ഒരു ചെറിയ കൂട്ടായ്മയിൽ പോകുവാനിടയായി. ഇവിടെ ഈ സ്ഥലത്ത് ജനിച്ചു വളർന്നതായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇവിടെ പേര് പറയുന്ന മണികണ്ഠൻ എന്നാണ്. മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും, കൂടുതലും മുസ്ലിങ്ങളായിരുന്നു കൂടെ പഠിച്ചവരൊക്കെ. അപ്പൊ അടുത്തുള്ള ചർച്ചിൽ പോകാൻ ഒരു കുറച്ച് ഒരു പാടുന്ന അവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ കുറച്ച് ദൂരെ ചർച്ചിലാണെന്ന് അത്രയും ഒരു ആത്മീയത്തിലോട്ട് വന്നിട്ടില്ല, പടിപടിയായിട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ആ മകൻ വിളിച്ച് വേറൊരു ചർച്ചില് കൊണ്ടുപോയി. അങ്ങനെ കൂട്ടായ്മയിൽ എന്നിട്ട് ഇന്നും വരും. അപ്പൊ ഈ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടാണ് പോണത്. ഈ ആരാധനയ്ക്ക് പോണ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടാണ് പോണ. അങ്ങനെ അടുത്തുള്ള വേറൊരു ചർച്ചില് ദേവദാസം വരും, എന്റെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് പോയി ആഹാരം മേടിച്ചു കൊടുക്കും. വേണ്ടുന്ന അത് മാത്രമല്ല, പിന്നീട് ഞങ്ങള് ഇങ്ങനെ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി വീണ്ടും ഞങ്ങള് ഇന്ന ദിവസം ചെല്ലാൻ പറയും മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒരു ടോം ബ്രദർ എന്ന് പറഞ്ഞ ഒരു സായിപ്പ്, പിന്നെ ഈ ഉള്ളൂര് ചർച്ചിൽ നിന്ന് മാത്യൂസ് എന്ന് പറഞ്ഞ ഒരു ബ്രദർ ഉണ്ട്. ആ ബ്രദർ മുഖാന്തരം ഈ സായിപ്പ്, ഈ ടോം ബ്രദർ എന്ന് പറഞ്ഞ ദൈവ ദൂതനെ പോലെ വന്ന് ഞങ്ങൾക്ക് അന്ന് കമ്പി ഇടാൻ വേണ്ടി ഡോക്ടർ എഴുതി തന്ന കമ്പിയുടെ അന്നത്തെ വില ഏതാണ്ട് 7,000 രൂപയാ. ഒരു സ്കാനിങ്ങിന് എഴുതുന്ന 10,000 രൂപ. മെഡിസിനുള്ള പൈസയുടെ കണക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം ഞങ്ങളെ അന്ന് മുതൽ കാക്കയുടെ കയ്യിൽ അപ്പം കൊടുത്ത് പോഷിപ്പിച്ചതുപോലെ ദൈവം ആ ദൂതനെ അയച്ചതുപോലെ ആ ടോം ബ്രദർ എന്ന് പറയുന്ന ആ ദാസനെ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ മരുന്നുകളും കാര്യങ്ങളും എന്ത് വേണമെന്ന് പറഞ്ഞാലും ആ ഒരു ലെറ്റർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ സൈൻ ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മളെ മരുന്നിന്റെ പേര് അതിൽ ചേർത്ത് എഴുതിയിട്ട് അവിടെ കൊണ്ട് കൊടുത്താൽ മതി. എന്തൊരു വേണമെങ്കിലും മരുന്ന്, മെഡിസിൻ സംബന്ധമായ എല്ലാ കാര്യങ്ങൾ അത് ഞങ്ങൾ അനേകർക്ക് ഞങ്ങൾ ആ ടോം ബ്രദറിൽ കൂടി ഞങ്ങളും അങ്ങനെ മേടിച്ചു. ഭയങ്കര ഒരു ദൈവകൃപ നിറഞ്ഞ ഒരു ദൈവദാസനായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മെഡിസിന്റെ കാര്യങ്ങൾക്കെല്ലാം ദൈവം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അങ്ങനെയൊക്കെ നടത്തുവാൻ ഇടയായി. അങ്ങനെ ഇങ്ങനെ ഈ വിശ്വാസത്തിലും ആരാധനയിലും ഒക്കെ എന്റെ ഹസ്ബൻഡ് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ മകൻ വന്ന് നിരന്തരമായിട്ട് സുവിശേഷം പറയും. അപ്പൊ എന്റെ അടുത്ത് ചേച്ചി വിളിച്ചു നിന്നൊന്നും കേൾക്കണ്ട, എന്നിട്ട് ഞാൻ വിളിച്ചു നിന്നൊക്കെ കേൾക്കാറുണ്ടായിരുന്നു സുവിശേഷം. എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ഇത് കേട്ട് കഴിഞ്ഞ് എന്നെ വിളിച്ച് പള്ളിയിൽ കൊണ്ടുപോയാൽ അടുത്ത ആഴ്ച മുതൽ എന്ന് ഞാൻ വിചാരിച്ച് ഞാനും വെട്ടത്തോട്ട് വരില്ല. എന്നെയും വിളിച്ച് എന്റെ ഹസ്ബൻഡിനെ പോലെ പള്ളിയിൽ കൊണ്ട് പൊക്കളയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോകത്തില്ല. അപ്പൊ ചേച്ചി വിളിച്ചു നിൽക്കണ്ട, ചേച്ചി കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചേച്ചി ഞാൻ പള്ളിയിലൊന്നും കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് വന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. യേശുവിനെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത നല്ല നല്ല കാര്യങ്ങൾ, അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സമാധാനം, ഒരു തണുത്ത ഒരു കാറ്റടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്റെ ഹസ്ബൻഡും ഈ ബ്രദറും കൂടെ ഇറങ്ങിപ്പോയ സമയത്ത് ഈ ബൈബിൾ അവിടെ ഇരിക്കുക. ഈ ബൈബിൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ
എന്റെ ഹസ്ബൻഡ് ഈ ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചിട്ട് കരയണത് കണ്ടിട്ട് ഈ ബൈബിളിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ ഖുർആൻ വായിച്ചിട്ട് 5 നേരം നിസ്കരിച്ചിട്ടും ഞാൻ ഭീമാപ്പള്ളി കടവപ്പള്ളി അനേക പള്ളികളിൽ പോയി ഖുർആൻ പാരായണം ചെയ്തിട്ട് കിട്ടാത്തൊരു സമാധാനം ഈ ബൈബിളിൽ ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഈ ബൈബിൾ എടുത്ത് ഞാൻ ഒന്ന് തുറന്നു. ബൈബിൾ എടുത്ത് തുറന്നത് മാത്രം എനിക്കറിയാം. ഒരു ഭയങ്കര ശബ്ദം, ഞാൻ ഇരിക്കുന്ന റൂം കുലുങ്ങുന്ന ഒരു ശബ്ദം, ഒരു ഭയങ്കര പ്രകാശം എന്റെ ജീവിതത്തിൽ വന്നു. എനിക്ക് കണ്ണു തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് പറയുക, ഞാൻ അല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. ഈ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിലെങ്കിലും അന്യ ദൈവം നിനക്കുണ്ടാകരുത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള ഇത്രയും മാത്രമേ ഞാൻ കേട്ടത് മാത്രം അറിയാം. പിന്നെ എന്റെ ദേഹം മൊത്തം ഒന്ന് വിറയ്ക്കുമായിരുന്നു. ഒരു വല്ലാത്ത എന്താണ് ആ സാന്നിധ്യം ഞാൻ അനുഭവിച്ച. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വന്നതിന് ശേഷം ഞങ്ങള് ഹസ്ബൻഡിന്റെയും മണ്ണാർശാല, ആറ്റുകാർ, കോവിലിൽ ഒക്കെ പോയിട്ടുണ്ട്. അവിടെ പോയി തൊഴുതിട്ടുണ്ട് ഹസ്ബൻഡിന്റെ അമ്മയുടെ ഒക്കെ കൂടെ. പക്ഷെ ഞാൻ ഈ ഒരു സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല. ഞാൻ 5 നേരം നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അന്നുവേ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക സമാധാനം, ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, അതെനിക്ക് മറക്കുവാൻ കഴിയാത്ത ഒരു സാന്നിധ്യമായിരുന്നു. ആട് മാറിയവളെ പോലെ ദൈവം എന്നെ മാറ്റി. എന്റെ ദൈവം ഇടപെട്ട് എന്നോട് ദൈവം സംസാരിച്ചു, ഇതാണ് ദൈവം എന്ന് വെച്ചാൽ ആ മാത്യു സാർ എന്ന് പറഞ്ഞ സാറ് ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് സുവിശേഷം പറയുമ്പോൾ സാറ് എന്നെ വിളിച്ച് സുവിശേഷം പറയാം. സാറ് പറയുന്നത് ഇങ്ങനെ, നമ്മള് സൃഷ്ടിച്ചു വെക്കുന്ന ആ ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ സേവിക്കേണ്ടത്. ഒരു വിഗ്രഹത്തെ ഒരു മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കുന്നതാ, അതിന് ജീവനില്ല, അതിനല്ല നമ്മൾ. പക്ഷെ നമ്മളെ സൃഷ്ടാവിനെ നമ്മൾ സേവിക്കുന്നത്. അതുപോലെ തന്നെ എന്നിട്ട് പറയും, ഞാനൊരു മിഠായി കഴിച്ചിട്ട് ഷൈനായിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഷൈനയ്ക്ക് പറയാൻ പറ്റുമോ ആ ടേസ്റ്റ്? അതിനെ കഴിച്ചു നോക്കണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം എന്ന് പറയും. നീ ദൈവത്തെ നീ നന്നായിട്ട് രുചിച്ചറിഞ്ഞ് നോക്കണം, അപ്പോഴേ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം എന്താ. അങ്ങനെയൊക്കെ സുവിശേഷം എന്നതിന് മുമ്പ് പറയുന്നു. അങ്ങനെ ഞാൻ ഈ ദൈവ സാന്നിധ്യം പിന്നെ അപ്പോഴെന്റെ ഹസ്ബൻഡും ഈ സഹോദരനും കൂടെ കുറെ കഴിഞ്ഞ് വന്നപ്പോ അന്ന് സൺഡേ ആയിരുന്നു. അപ്പോഴ് ഇവര് ചർച്ചിൽ പോകാനുള്ള ഒരുക്കങ്ങൾ. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാനും വരുന്നു ചർച്ചില് എന്ന് പറഞ്ഞു. അപ്പോഴും നീ ചർച്ചിൽ വരുന്നത്, എന്റെ ഹസ്ബൻഡ് ഭയങ്കര അത്ഭുതമായിപ്പോയി. നീ ചർച്ചിൽ വരുന്നു, അതെന്ത് അങ്ങനെ എത്ര പെട്ടെന്ന് എനിക്ക് ചർച്ചിൽ വരാൻ തോന്നിയത്? എന്തെങ്കിലും നേരിട്ട് ഇടപെട്ടോ എന്നിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ പിന്നെ പറയും, എനിക്ക് ചർച്ചിൽ വരണം, വീട്ടിൽ മല്ലിയിൽ വരണം. അങ്ങനെ അടുത്തുള്ള ചർച്ചില് പോകും. അതാണ് എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ഞാൻ നിന്നെ കണ്ടിരുന്നു എന്ന് വെച്ചാൽ സത്യ അന്വേഷിയായിരുന്നു. ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ട്. ഞാൻ കർത്താവിനെ അന്വേഷിച്ചിരുന്ന ആളുകളുണ്ട്, ആ ദൈവം എന്നെ കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു കൂട്ടായ്മയിൽ പോകുവാനിടയായി. അങ്ങനെ അവിടെ പോയി ഞങ്ങളുടെ കൂട്ടായ്മ കിട്ടുന്നു. അങ്ങനെ ചിലപ്പോ ആദ്യമായിട്ട് പോകുന്ന ആരാധന നമുക്ക് എല്ലാവരും കൈയടിക്കുന്നു, എല്ലാവരും അപ്പാന്നൊക്കെ വിളിക്കുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന കൈയടി, ഞാനും അവര് നോക്കിയിട്ട് കൈയ്യൊക്കെ കൈയടിക്കും. ചെന്നിരുന്ന സമയം മുതലേ കൈയടിക്കും. പിന്നെ അവര് വേറെ ഭാഷകളൊക്കെ പറയുന്നു. ഞാൻ ഇതെന്താ ഭാഷയാ പറയണം. ഞാൻ അവരുടെ ഭാഷ കേട്ട് പറയാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല എനിക്ക്. പക്ഷെ ഞാൻ കൈ ഭയങ്കരമായിട്ട് മുസ്ലിം കുടുംബത്തിൽ നിന്നൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ആ പാസ്റ്റർ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹവും ഞങ്ങളെ ഒരുപാട് ഞങ്ങളെ ഞങ്ങളോട് അടുത്ത് ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ആ പാസ്റ്റർ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആഹാരം തരികയും എല്ലാം ഞങ്ങൾ പിന്നെ ആ സമയത്തിന് കുഞ്ഞുങ്ങളെ കൂടി ഞങ്ങൾ ഇനി കൊണ്ടുവരുവാൻ ഇടയായി. ഇവിടുത്തെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ്, ഈ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ ഈ ക്ലാസ്സിന്റെ ഇടയിൽ കൂടെ ഭയങ്കര ചൊറിച്ചിലുണ്ടായ സമയത്ത് ഒരു ഈർക്കിലെടുത്ത് ഈ ക്ലാസ്സിന്റെ ഇടയിൽ കൂടെ ഇട്ട് കുത്തുവാനിടയായി. അങ്ങനെ അതിനകത്തൊരു ഹോളിൽ കൂടി ഇതുപോലെ ഇരുത്തി കുത്തി ഇറക്കി അതിനകത്തൂടെ പൈപ്പ് പുറത്തു വരാനിടയായി. അങ്ങനെ അത് ഇൻഫെക്ഷനായി. അങ്ങനെ ഞങ്ങള് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം പറഞ്ഞു നമുക്ക് വീണ്ടും സർജറി ചെയ്യണമെന്ന് പറയുവാനിടയായി. പിന്നീട് സർജറി ചെയ്യണമെന്ന് പറയാൻ ഇടയായി. അപ്പോഴത്തേക്ക് ഇതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വേദനപ്പെട്ടു. എന്ന് വെച്ചാൽ വീണ്ടും ഒരു സർജറി ചെയ്യാന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ സഹായിക്കാനൊന്നും അപ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ വല്ലാത്തൊരു രീതി ഞങ്ങൾ കഴിഞ്ഞു പോകുന്നതേ ഉള്ളു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് അന്ന് ആദ്യത്തെ സർജറിയുടെ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് വാർഡിൽ കിടക്കാൻ ഞങ്ങൾക്കൊരു മേടിച്ചിട്ട് കിടക്കാൻ ഞങ്ങൾക്ക് പൈസ ഇല്ല. ഞങ്ങൾ ന്യൂസ് പേപ്പർ മേടിച്ചാൽ ഞങ്ങൾ കിടന്ന അവസ്ഥ. ഞങ്ങൾക്ക്
മേടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു സാഹചര്യം. പക്ഷെ ഞങ്ങൾ ആഹാരവും ഞങ്ങൾക്ക് മെഡിസിനും എല്ലാം ദൈവം ഓരോരുത്തരെ കൊടുത്ത് ഞങ്ങൾക്ക് തന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു ബെഡ് കിട്ടണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് 2004 അന്ന് ഞങ്ങൾക്ക് ഒരു ബെഡ് കിട്ടണം 500 ഡോക്ടർ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അത് ഇല്ലാതെ ഞങ്ങൾ എഴുതി വെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന സർജറിയുടെ രണ്ടാമത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഇതുപോലെ സർജറി തനിക്ക് ദിവസമാണ് ഞങ്ങൾ ചെയ്യുന്നത്. സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ഒരു ഇടയ്ക്ക് ഒരു അവസരത്തിലാണ് ഞങ്ങള് ഈ സർജറി ചെയ്യാൻ കുറച്ച് ഡേറ്റ് ഞങ്ങൾക്ക് തന്നു. അതിനിടയിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങള് ഈ മാത്യു സാർ എന്ന് പറയുന്നത് ടോം ബ്രദർ മുഖാന്തരം മെഡിസിൻ. അപ്പോൾ ആ ബ്രദർ പോണ ചർച്ചാണ് ഉള്ളൂർ IPC മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ഈ ചർച്ച്, IPC ചർച്ച്. അപ്പോഴാ ചർച്ചിൽ പോകണമാണ് മാത്യു സാർ. സാറ് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ ചർച്ചിൽ വരണം, ഞങ്ങളെ ചർച്ചിൽ വരണം, ഞങ്ങളെ ചർച്ചിൽ വന്നാൽ നിങ്ങൾക്ക് ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളെ ദൈവം നിങ്ങൾ ചെറിയൊരു കൂട്ടായ്മയിലൊന്നും പോകേണ്ടതല്ല, നിങ്ങൾ അവിടെ വരണം, ഒരു ദിവസം വന്ന് നോക്കുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഞാൻ എവിടെയാണ് പോകേണ്ടത്, ഞാൻ അവിടെയാണോ പോകേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ഈ ഭയങ്കര ഭക്തി എനിക്ക് എന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സത്യദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ഭക്തി ഭയങ്കരമായിട്ട് കൂടി. എനിക്ക് ഭയങ്കര പ്രാർത്ഥിക്കുന്ന എങ്ങനെ എനിക്ക് അറിയത്തില്ല. ഞാൻ പറയാ യേശപ്പാന്ന് വിളിക്കും, യേശപ്പാ ഞാൻ എവിടെ പോകണം നീ പറഞ്ഞ ഞാൻ. അപ്പോഴും ആ ചർച്ചിന്റെ ഒരു ചുറ്റുവട്ടമൊക്കെ എന്നെ കാണിച്ചത്, ഒരു ദർശനത്തിൽ കൂടി എന്നെ കാണിച്ചത്. അപ്പോഴേ ഞാൻ കണ്ടത് തന്നെ ചർച്ചാണെങ്കിൽ ഉറപ്പായിട്ട് നീ ആ ചർച്ചിലേക്ക് പോകുന്നത് ഞാൻ വിശ്വസിച്ചു. അവിടെ ചെന്നപ്പോ അവിടെ ഒരു ആറുണ്ട്, അതിന്റെ അടുത്ത് ഒരു പാലമുണ്ട്, അതിന്റെ അടുത്താണ് ഈ ചർച്ച്. കറക്റ്റ് ദൈവം എന്നെ കാണിച്ചത് ചർച്ച് തന്നെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ 2004 അപകടം നടന്ന് 2005 ഞങ്ങൾ ഈ ചർച്ചിൽ പോകുന്നു. 2005 തന്നെയാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ട വർഷവും. 2005 ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. പിന്നെ ആ 2006 തുടങ്ങുന്ന എന്നുവെച്ചാൽ അവസാനമായി 2005 അവസാന ഘട്ടത്തിൽ ഞങ്ങൾ ഉള്ളിൽ ചർച്ചിൽ പോകണം. അപ്പോഴാദ്യം അവിടെ വന്നിരുന്ന ഷാജി പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്ററായിരുന്നു. പാസ്റ്റർ നിരന്തരമായിട്ട് ഞങ്ങളെ വീട്ടില് പിന്നെ ഞങ്ങൾ ആ ചർച്ചിൽ പോകാനും ശേഷം വരുമായിരുന്നു. ഞങ്ങളുടെ പ്രതിഫലം നോക്കിയല്ല, ഞങ്ങൾക്ക് പൈസ ഇങ്ങോട്ട് തന്നിട്ട് പോകും, ഞങ്ങൾക്ക് വീട്ടില് ആവശ്യമായ എല്ലാം കൊണ്ടുവന്ന് തന്നിട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളൊരു മാമൻ എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ സഹോദരൻ, ആ മാമനും കുടുംബമായ രക്ഷയിലോട്ട് വന്നത് എന്തോ വെച്ചതാണ്. ആ മാമൻ ഭയങ്കര ഒരു പ്രവാചകനായിരുന്നു, ഭയങ്കര വെളിപ്പാടുള്ള ഒരു മാമനായിരുന്നു. ആ മാമൻ വന്നിരുന്നു പാസുമായിട്ട് വീട്ടിൽ വന്നിരുന്നു പ്രാർത്ഥിക്കും, ഭയങ്കര ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഒന്നും പറയത്തില്ല, വന്നിരിക്കും, പായിട്ടിടാൻ പറയും, സമുദ്രി പായിടാൻ പറയും. ആ പായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ കൃപാവരങ്ങളും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം ഒരുക്കി തന്നു. അങ്ങനെ ഒരു ദിവസം വിസിറ്റിങ്ങിന് ഞങ്ങൾ പാസ് ചെയ്യും മാമനും കൂടെ വന്ന സമയത്താണ് ഞങ്ങൾ ഇപ്പൊ ഈ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്. ഞങ്ങൾ ഈ ഫ്ലാറ്റിന് മുമ്പ് ഒരു ഓടിട്ട വീട് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ താമസിച്ചത് ആ വീട്ടിലായിരുന്നു. ആ വീട്ടിനകത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റും ഈ മാമൻ ഞങ്ങൾ വീട്ടിനകത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ 30 എന്ന് പറയുന്ന പള്ളിയിലുള്ള ഒരു പുസ്തകം ഒരു കത്തി കൊണ്ടുവന്നു ഞങ്ങളെ വീട്ടിൽ വന്ന് ഗേറ്റിന് അവിടെ നിൽക്കുക. അപ്പൊ എന്റെ ഹസ്ബൻഡ് വെളിയിൽ നിൽക്കുക. അപ്പോൾ പാസും മാമനും ഞങ്ങളെ വീട്ടിനകത്തിരിക്കുക. അപ്പൊ എന്റെ ഹസ്ബൻഡ് പിന്നെ ഇവരെ കണ്ട ഉടനെ വീട്ടിന് ചുറ്റും ഓട്ടം വെച്ചോടാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഇവര് എന്തിനാണ് വന്നത് ഭയങ്കര ഒരു പേടിയ. അപ്പോഴേ എന്നെ വിളിച്ചു, ഷൈന നിന്നെ കാണാൻ രണ്ടുപേരും. ഞാൻ ആര് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ നോക്കിയപ്പോ കരയൊക്കെ കെട്ടി ഉസ്താദന്മാരെങ്ങനെയാണല്ലോ കത്തിയും ഉസ്താദൊക്കെ കെട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി പള്ളിയിൽ നിന്ന് വന്ന ഉസ്താദാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ മാമിനിട്ട് വാസനന്റെ വിശ്വാസത്തിലൊക്കെ വന്ന കുറച്ചിതായി. എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് പുള്ളി സംസാരിക്കാൻ അറിയത്തില്ല, യേശുവിനെ കുറിച്ച് പറയാൻ അറിയത്തില്ല. യേശുവിന്റെ സാന്നിധ്യം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ, യേശുവിന്റെ വചനമൊന്നും എന്റെ ഉള്ളിൽ ആയിട്ടില്ല. എനിക്ക് ഇവരോട് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ പാസ്റ്റർക്ക് പറഞ്ഞു, പാസ്റ്ററെ ഇതുപോലെ അത് വന്നിരിക്കുന്നു, പിന്നെ പാസ്റ്റർ അകത്ത് കേൾക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും വെളിയിൽ നിന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു പാസ്റ്റർക്ക് മാമിന് പറഞ്ഞു ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഇവരോട് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. അപ്പോഴത്തേക്ക് ഒരു വചനം പരിശുദ്ധാത്മാവിൽ തന്നെ നീ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നാവിൽ കൂടെ സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴൊരു വല്ലാത്തൊരു ശക്തി എനിക്ക് കിട്ടി. ഞാൻ അവരുടെ മുമ്പിൽ ചെന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഷൈന അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയാതെ അങ്ങനെ ഏത് ഇസ്ലാമിൽ നിന്ന് ഏത് പള്ളിയിൽ നിന്ന് വന്നെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ എന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവനാണ് നിന്നല്ലേ ഈ ബന്ധക്കോസിലോട്ട് ഇപ്പൊ കൊണ്ടുപോയതല്ലേ, മതം മാറ്റിയതല്ലേ എന്ന് പറഞ്ഞു. നീ നമുക്ക് അത് ഹറാമാണ്, നമുക്കത് പാടില്ല, നിന്റെ സ്വന്തരാജ്യം നഷ്ടപ്പെട്ടു പോകും, നീ കാഫിറായി തീരും, എന്താ പറയുക ഖുർആൻ അറിയത്തില്ലേ എന്ന് പറഞ്ഞു. നീ മടങ്ങി വരണം, പിന്നെ അവനല്ലെങ്കിൽ നമുക്ക് വേറെ ഒരാളിനെ കൊണ്ട് നിങ്ങൾ വിവാഹം കഴിപ്പിക്കാം, നീ മടങ്ങി വരണം, നിനക്ക് എന്ത് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അപ്പോഴത്തെ അവർക്ക് ഒരൊറ്റ വാക്കാണ് ചോദിച്ചത്. ഞാൻ ഒരു മനുഷ്യൻ, ഒരു മദ്യപാനിയായ മനുഷ്യൻ അവൻ കുടിച്ച് വഴിയരികിലുള്ള വസ്ത്രമില്ലാതെ കിടക്കും,
ആ കിടക്കുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ട ആ മനുഷ്യനെ എടുത്തുകൊണ്ട് വസ്ത്രം ഉടുപ്പിച്ചു കൊടുത്ത്, ആ മനുഷ്യന് ആഹാരം കൊടുത്ത്, ആ മനുഷ്യന്റെ മുറിവുകൾ കൊണ്ട് കെട്ടിക്കൊടുത്തു. നിങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചു. ചെയ്യത്തില്ല. പക്ഷെ ആ മനുഷ്യനെ വേറൊരാൾ എടുത്തുകൊണ്ടുപോയി ആ മനുഷ്യന് ഈ ആവശ്യമായതെല്ലാം കൊടുത്ത് ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് നല്ലതുപോലെ ജീവിച്ച് കാണുമ്പോൾ നിങ്ങൾ അവിടെ കയറി വരും. അവർ എന്റെ ജീവിതത്തിൽ അതായിരുന്നു. ഞാൻ ഇങ്ങനെ അവസ്ഥയിൽ ജീവിച്ച ഞാനായിരുന്നു. അന്നൊന്നും ഞാൻ നിങ്ങളെ കണ്ടില്ല. ഇന്ന് ഞാൻ ജീവിക്കുന്നെങ്കിൽ ഈ ജീവനുള്ള ദൈവം, ഞാൻ പറഞ്ഞ് ലോകരക്ഷകൻ യേശു മാത്രമാണെന്ന് പറഞ്ഞു. ഇല്ല, അത് പ്രവാചകൻ ഈസാ നബിയാണ്, വീണ്ടും വരുന്നത് നബിയാണെന്ന് പറഞ്ഞു. അന്ന് ഇല്ല, ഈ ലോകരക്ഷകൻ യേശു മാത്രമാണെന്ന് പറഞ്ഞു. യേശു അല്ലാതെ ഒരു ദൈവമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഒത്തിരി അവർ സംസാരിക്കാൻ ദൈവം കൃപ തന്നു. എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ വചനമൊക്കെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അവസാനം ഇവര് പറയുക, അവസാനം ഇവർക്ക് ഞാൻ പറയുന്നതിന് മറുപടി അവസാനം ഇവര് എന്റെ അടുത്ത് പറയുക, എന്നാൽ നിന്റെ ദൈവത്തിനോട് പറ ഒരു പ്ലെയിൻ മേടിച്ചു തരാൻ. അപ്പോഴും ഞാൻ പറയാം, ഞാൻ പ്ലെയിനിലും എന്റെ ദൈവം കയറ്റിയെന്ന് പറഞ്ഞു. ഞാൻ മസ്കറ്റിൽ പോയിട്ടുണ്ട്, എന്റെ ദൈവം എന്റെ പ്ലെയിനിലും കയറ്റിട്ട് ആ ആദ്യം എന്റെ കർത്താവ് നിവർത്തിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു പ്ലെയിനിൽ കയറാൻ പ്ലെയിൻ മേടിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ അറിയണമെന്ന് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഇവര് പറയുക, ഇവർക്ക് ഇബിലീസ് കൂടി ഇരിക്കുവാൻ തോന്നുമ്പോ നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വിട്ടു പോകുന്നത്. അപ്പോഴും എന്റെ പാസ്റ്ററുടെയും എന്റെ ആമന്റെയും പ്രാർത്ഥന, എന്റെ കർത്താവാണ്, എന്റെ ദൈവമാണ് സംസാരിച്ചത്. എന്നെ അവരോട് സംസാരിക്കാനൊക്കെയും എന്റെ കഴിവോ എന്റെ വെളുപ്പോ ഒന്നുമല്ല, എന്റെ ദൈവം തമ്പുരാനാണ് അവിടെ ഇടപെട്ടത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്ര കഷ്ടതയിൽ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ നല്ല ദൈവത്തെ അറിഞ്ഞ് ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്ന പലരും വരും. അങ്ങനെ ആ ഒരു സാഹചര്യം കടന്നുപോയി. അത് കഴിഞ്ഞ് ഞങ്ങള് ഇതുപോലെ ഉള്ളൊരു ചർച്ചില് ഒരാഴ്ചത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. പാസ്റ്റർ പറഞ്ഞ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ സഹോദരൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കൈ പറഞ്ഞു, ഈ കൈ ഇതുപോലെ പഴുത്തിരിക്കുമ്പോ എക്സ്റേ എടുത്തുകൊണ്ട് വന്നപ്പോ ആ കൈ ഇനി ശരിയാകുന്ന ഒരു തരത്തിലും ഒരിതും കാണുന്നില്ല. അപ്പോൾ പറഞ്ഞ് ഈ കൈ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. ഈ കൈ മുറിച്ചു മാറ്റിയാലേ പറ്റത്തോളം. അത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത വേദന. ജന്മന കയ്യില്ലെങ്കിൽ നമുക്ക്, പക്ഷെ പെട്ടെന്ന് കൈ ഉണ്ടായിട്ട് എല്ലാം ചെയ്ത കൈ മുറിച്ചു മാറ്റണമെന്ന് ഞങ്ങൾക്ക് രണ്ടുമൂന്ന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തോട്. യേശു അത്ഭുതം ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചു, പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ യേശു അത്ഭുതം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവാണ്. 12 വർഷമായ രക്തസ്രാവക്കാരി സ്ത്രീയെ വിടുവിച്ച ദൈവമാണ്. 38 വർഷം കുളക്കടവിൽ കിടന്ന മനുഷ്യനെ ദൈവം നിന്റെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞ കർത്താവാണ്. എന്റെ കർത്താവ് മനുഷ്യൻ അസാധ്യമാണ്, പക്ഷെ എന്റെ ദൈവത്തിന് സാധ്യമാണ്. എനിക്കറിയാം എന്റെ കർത്താവ് വിടുവിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ യേശുവിൽ വിശ്വസിച്ചിരുന്നു, എന്റെ കർത്താവ് വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങള് സ്നാനപ്പെടുന്ന ഒരു ആഴ്ചയിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു സ്നാനത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് വാസ് പറഞ്ഞു, സഹോദരൻ സ്നാനപ്പെടും എന്ന് പറഞ്ഞു. എന്റെ ഈ കൈ പൂർണ്ണമായിട്ട് വിടുവിക്കുമെങ്കിൽ, ദൈവം പൂർണ്ണ വിടുതൽ എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഞാൻ സ്നാനപ്പെടുന്നു. അപ്പോഴ് ഒരു ദൈവദാസൻ ഗസ്റ്റ് പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്റർ വന്ന് ഒരു ദൈവാലോചന പറഞ്ഞിട്ട് മകനോട്, ആദ്യം അവരുടെ രാജ്യം നീക്കി അന്വേഷിക്കും, അതോടുകൂടെ സകലവും നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനമെടുത്തു, സ്നാനപ്പെട്ട തീരുമാനം. അങ്ങനെ സ്നാനം 2006 10ാം മാസത്തില് 1-ാം തീയതി സ്നാനപ്പെടാൻ പ്രിയപ്പെട്ട തീരുമാനമെടുത്തപ്പം പാസ് പറഞ്ഞ്, സഹോദരിയും കൂടെ സ്നാനപ്പെടുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞു. അപ്പോഴ് അന്നത്തെ ആ കാലഘട്ടത്തിലേക്ക് ഞാൻ വെച്ചാൽ നമ്മുടെ മുസ്ലിങ്ങളാണെങ്കിലും പിന്നീട് ഈ മേക്കാതും കാത് നിറച്ച് കുത്തിയിട്ടുണ്ട്, മൂക്കുത്തിയുണ്ട്, കാലില് കൊണ്ട്. അന്ന് എന്റെ ഒരു മാലയുണ്ടായി, എപ്പോഴും പണയമായിരുന്നു. പിന്നെ ഞങ്ങള് ആ പൈസ അമ്മയൊക്കെ ഞങ്ങളെ സഹായിച്ച് 1.5 മാല, താലിയൊക്കെ നക്ഷത്രമൊക്കെ വെച്ചത്. അത് ആ മാല ഇവിടെ എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നു. എനിക്ക് സ്വർണ്ണത്തോട് ആഭരണത്തോട് ഭയങ്കര ആഗ്രഹം നമുക്ക് ചെയ്യണം, പറ്റി നടക്കുമ്പോൾ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോഴേ ഞാൻ പാസ്റ്ററെ, എനിക്ക് ആഭരണത്തോട് ഇത് കൊതി തീർന്നില്ല പാസ്റ്ററെ, അത് എനിക്ക് ദൈവം മാറ്റിത്തരും. മനുഷ്യൻ പറഞ്ഞാൽ മാറ്റില്ല പാസ്റ്ററെ, ദൈവം മാറ്റിയാൽ ഞാനത് മാറ്റും. അതുകൊണ്ട് പാസ്റ്ററെ ഞാൻ ഇപ്പൊ സ്നാനപ്പെടുന്നില്ല, ഞാൻ പിന്നെ സ്നാനപ്പെട്ടോളാം. അങ്ങനെ പിന്നെ ആറാമത്തെ ദിവസം വരുന്ന ദൈവദാസനക്ക് അഭിഷേകത്തിന് മേൽ അധികാരമുള്ള ദൈവദാസനാണ്. വന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പിറ്റേന്നാണ് സ്നാനം നടക്കുന്നത്. പാസ്റ്റർ പറഞ്ഞു, അഭിഷേകം പ്രാപിക്കാത്തവരൊക്കെ മുമ്പിലോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ദേവദാസൻ
പറഞ്ഞത് കേട്ടോ. ഞാൻ ചെന്ന് ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു. എനിക്ക് എന്ന് വന്ന സമയം മുതൽ ആദ്യം ചെന്ന സമയം മുതലേ എനിക്ക് ദൈവത്തിന്റെ അഭിഷേകം വേണം. എനിക്ക് ദൈവമേ എന്റെ കുറവുകൾ നീ കണക്കല്ലേ അപ്പ, നിന്റെ അഭിഷേകം എനിക്ക് വേണം അപ്പ, എന്റെ കുറവുകൾ നീ കണക്കല്ലേ അപ്പ, എനിക്ക് നിന്റെ അഭിഷേകം ഭയങ്കരമായിട്ട് കുഞ്ഞു കുട്ടി കഴിയുന്നത് പോലെ കഴിഞ്ഞു വാങ്ങിട്ട് നിലം വെച്ച്. അപ്പൊ തീ കത്തിക്കാമെങ്കിൽ തീ കത്തിക്കാമെന്നുള്ള പാട്ടായിരുന്നു. സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. ഒരു വല്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു വല്ലാത്ത തീയുടെ അനുഭവം. ആ ദൈവദാസമാണ് എന്റെ തനി കൈവച്ച് മാത്രം എനിക്കറിയാം. ഒരു അഭിഷേകം ദാവീദ് പെട്ടകത്തിന്റെ മേൽ നൃത്തം ചെയ്ത് ആരാധിച്ചതുപോലെ എന്റെ മേലെ ദൈവം അഭിഷേകം ചെയ്ത്. ഞാൻ നമ്മൾ ഇടിയും കൊടിയാനൊക്കെ വെട്ടുമ്പോൾ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കണ്ണ് നോക്കി അതിൽ നോക്കാൻ പറ്റും, നമ്മൾ പേടിച്ചു. അതുപോലെ ശബ്ദവും ഇടിമുഴക്കവും ഞാൻ നൃത്തം ചെയ്ത് 1 മണിക്കൂറെങ്കിൽ എല്ലാരും നിർത്തിയിട്ട് ഞാൻ നിൽക്കൂല, ഞാൻ വീണതൊന്നുമില്ല. അത് ഒരു ഭാഷയില്ല, പല ഭാഷ പ്രവചന വരത്തോടു കൂടി പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ ഞാൻ നൃത്തം ചെയ്ത് ആരാധിച്ച് പ്രവചിച്ച് അങ്ങ് ദൈവത്തിന്റെ അഭിഷേകം എന്റെ പേരിൽ ഇത് ആരാധിച്ചെല്ലാം നിങ്ങളുടെ ഞാൻ ഓടി എന്റെ ഹസ്ബൻഡിന്റെ അടുത്തല്ല ചെല്ലുന്നത്, ഞാൻ ഓടി ചെല്ലുന്നത് എന്റെ പാസ്റ്റടുത്താണ്. എന്റെ പാസ്റ്റടുത്ത് ഞാൻ ഓടി ചെന്നിട്ട് പറയുക, പാസ്റ്റേ എനിക്ക് സ്നാനപ്പെടണം, പാസ്റ്റേ എനിക്ക് സ്നാനപ്പെടാം. അപ്പോഴും പാസ്റ്റർ അത് സഹോദരി ആഭരണം വിഷയമല്ലേ. അപ്പോഴും ഞാൻ പറയുക, എനിക്ക് ഒരു ആഭരണം വേണ്ട പാസ്റ്റേ, എനിക്ക് എന്റെ ദൈവം മതി, എനിക്ക് എന്റെ യേശു മതി, എന്റെ യേശുപ്പം മതി പാസ്റ്റേ. എനിക്ക് ലോകത്ത് ഒരു സ്നേഹവും വേണ്ട, ഈ ലോകത്ത് ഈ മോടി പിടിപ്പിക്കുന്ന സ്വർണം ആഭരണം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. എന്നുവെച്ചാൽ മനുഷ്യൻ മാറ്റിയതല്ല, എന്റെ ദൈവം മാറ്റി. ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല. ഇത് എവിടെ വേണമെങ്കിലും ഏത് സാക്ഷ്യത്തിൽ ഞാൻ എനിക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമ എന്ന് പറയുന്നത് അതിന് സംവിധായകനുണ്ട്, ഒരു നിർമ്മാതാവുണ്ട്, അത് ഛായാഗ്രഹ വസ്ത്രകർ, അങ്ങനെ പല ആൾക്കാരുണ്ട് പണം കൊടുത്ത് നിർമ്മിക്കുന്ന സിനിമ എന്ന് പറയുന്നത്. പക്ഷെ ഇത് എന്റെ ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത് എന്റെ നിർമ്മാതാവ്, എന്റെ ലോക രക്ഷകനാണ്, എന്റെ യേശുവാണ് എന്നെ രക്ഷിച്ചത്, എന്റെ യേശുവാണ് എന്നെ വിടുവിച്ചത്. നമുക്ക് ഈ ലോകത്ത് മറ്റൊരുവരെയും നമുക്ക് രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ട ഒരൊറ്റ നാമമേയുള്ള രക്ഷിക്കപ്പെടുക യേശുവിന്റെ നാമം മാത്രമാണ്. ആരെയില്ല സ്തോത്രം. എന്റെ ദൈവം അങ്ങനെയാണ് എന്റെ ദൈവം അങ്ങനെ നിറച്ചത്. പരിശുദ്ധാത്മാവിൽ എന്റെ ദൈവം നിറച്ചു കഴിഞ്ഞാൽ എന്റെ പിറ്റേന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നാനപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നാനപ്പെടുവാൻ വേണ്ടി ദൈവത്തിന്റെ പതിൽ ഞങ്ങളെ വേറൊരു സഹോദരൻ ഞങ്ങളോട് സ്നാനപ്പെടാനുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് അപ്പോഴും കൂടെ താമസിക്കുന്നത് ഞങ്ങൾ അമ്മയുടെ കൂടെയാണ്, അച്ഛന്റെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോഴ് അമ്മയോട് പറഞ്ഞിട്ടില്ല. അവര് വീട്ടിൽ വരുമ്പോൾ കാലിലും കഴുത്തിലും എല്ലാം ഇട്ടുകൊണ്ടാണ് വരുന്നത്. അത് സ്നാനപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ രണ്ടാമത്തെ മോന്റെ കൈയുടെ വിരൽ ഞാൻ കെട്ടിവെച്ചിരിക്കും. അപ്പോഴ് അമ്മ എന്നെ കണ്ടിട്ട് പറയുക, എന്തിൽ പോലെ നീ ഒട്ടത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞ് എന്നെ അമ്മ ഒരുപാട് ആശ്രയിച്ചു. ഇതെല്ലാം ഊരി പറക്കി കളഞ്ഞു, എന്തൊരു പോലെ ഇത് ആര് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ അമ്മ സ്നാനപ്പെട്ട അത് തൊട്ട് ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അമ്മയായിട്ട് എന്നുവെച്ചാൽ അമ്മ രക്ഷിക്കപ്പെട്ടില്ല, അച്ഛൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. പക്ഷെ അമ്മ ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പിന്നെ നിങ്ങൾ അനുസരണക്കേട് കാണിച്ചത് നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ നിൽക്കാതെ വേറൊരു രീതിയിൽ പോയി ചെയ്തത് കൊണ്ടാണ് എന്റെ മോനൊന്ന് മരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്നാനം നടക്കുന്ന സമയത്ത് എന്റെ രണ്ടാമത്തെ മകൻ ഒരു ഇരുമ്പ് കസേരയുണ്ട്, കസേര കയറി എന്റെ മോൻ കഴിച്ചപ്പോ ഇവന്റെ പേരുടെ കസേരയുടെ ഇടയിലായിട്ട് ഇവൻ കസേര കൊണ്ട് മറിഞ്ഞിട്ട് ഇതിനകത്ത് എഴുതി വിരളങ്ങ് ഒതുങ്ങി പോയില്ലെന്നേ ഉള്ളു. ആ ഒരു അവസ്ഥയിലെത്തി. ബ്ലഡ് ഒരു വിധത്തിൽ നിൽക്കുന്നില്ല, അമ്മ മാത്രമേ ഉള്ളൂ. മണിക്കൂറെടുത്ത് കുഞ്ഞ് ഏതാണ്ട് കുഴഞ്ഞു വീണ ഒരവസ്ഥയായി. അമ്മ അടുത്ത വീട്ടിലെ ആൾക്കാരെ വിളിച്ച് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോയ്ക്കകത്ത് കൊണ്ട് കയറി ഞങ്ങൾ താമസിക്കുന്നില്ല അപ്പുറം വട്ടിലോട്ട് 30 അവിടെ ആ ജംഗ്ഷൻ എത്തിയപ്പോൾ ആ ഓട്ടോയുടെ ഫ്രണ്ടിൽ ഒരു പട്ടി എത്തി ചാടി. ഓട്ടോ എടുത്തു മാറിയേണ്ട അവസ്ഥ. എന്റെ കുഞ്ഞാന്ന് മരിക്കില്ല. പിശാച് വാദിച്ചു നിന്നത്. സ്വർഗത്തിലെ ദൈവം നമ്മളെ കണ്ടിരുന്നത്, ഞങ്ങൾ സ്നാനപ്പെടേണ്ട ദിവസം എന്ന് ദൈവം ഞങ്ങളെ കുറിച്ച് വെച്ചിരുന്നു. പക്ഷെ പിശാച് എന്തൊക്കെ ചെയ്താലും ശരിയല്ല, നീക്ക് പോക്ക് തന്നെ പോകണം. എന്റെ കർത്താവ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചു. എനിക്ക് മനസ്സിലായെന്ന് പക്ഷെ ഞങ്ങൾ സ്നാനപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നാനപ്പെട്ടിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത് പോകുന്നത് ഡോക്ടർ പറഞ്ഞില്ലേ കൈ മുറിച്ച് മാറ്റണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു എക്സ്റേ എടുത്തു വരാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിശ്വാസം, എന്റെ കർത്താവിന് ഭയങ്കര ദൈവം അത്ഭുതം ചെയ്യും എന്റെ വിശ്വാസം. അപ്പോഴും ഞങ്ങള് ഒരു എക്സ്റേ എടുത്തു. 3 ഡോക്ടർമാരാ ഓർത്തോ വിഭാഗത്തിൽ സുഹൈൽ എന്ന് പറഞ്ഞ ഡോക്ടർ, ശ്രീകുമാരൻ നായർ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഒരു ബന്ധകോസ് ഡോക്ടർ ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ എത്ര വേദിച്ചു നോക്കി, എന്റെ മുഖത്ത് ഇങ്ങനെ നിഷ്കളങ്കമായി ഞാൻ പത്തു നോക്കി. നീ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ഹിന്ദു ഡോക്ടറെ പറഞ്ഞു, നീ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഈ കൈയെ മുറിച്ചു മാറ്റണ്ട, ഈ കൈക്ക് ദൈവം പൂർണ്ണമായി വിടുതൽ തന്നു. ആ ജോയിന്റ് അത് ചേരില്ല എന്ന് പറഞ്ഞാൽ ജോയിന്റ് വരത്തില്ല എന്ന് പറഞ്ഞ അസ്ഥി കൂട്ടി ചേർക്കുവാൻ എന്റെ സ്വപ്നത്തിലെ ദൈവത്തെ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ അസ്ഥികളെ ദൈവം പൂർണ്ണ വിടുതൽ ദൈവം കൊടുത്ത് അന്ന് എനിക്ക് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കണമെന്നുണ്ടായിരുന്നു. എന്റെ കർത്താവിന്റെ പാതകളെ എനിക്ക് കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ എന്റെ കണ്ണുനീരില് താരധാരയായി കണ്ണുനീരില്ല. ഇത് എന്ത് നന്മ ചെയ്തിട്ട് കർത്താവ് എന്ന് ഞാൻ പറയുവാനിടയാണ്. അതിനുശേഷമാണ് അന്ന് ഞങ്ങൾ ഈ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒരു പ്രൊഫസർ ഉണ്ട്, തോമസ് സാർ എന്ന് പറഞ്ഞ പ്രൊഫസർ ഉണ്ടായിരുന്നു, മേജറായിട്ടുള്ള നമ്മൾ രണ്ടുണ്ടായിരുന്നു. ഇവർ രണ്ടും കൂടി ചേർന്ന് ഞങ്ങൾ വാടക തരുന്നത്, ഞങ്ങൾ ബസ് കൂലി തരുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അനേകര് പിന്നെ ബുക്കുകൾ മേടിച്ച് അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ അതിന് പൈസ കൊടുക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയാൻ മകനിൽ കൂടി ഞങ്ങൾ ആദ്യമായിട്ട് ഒരു നന്മ ഞങ്ങൾ ഭവനത്തിൽ വരുമ്പോൾ ഒരു ചാക്ക് നിറച്ച് അതിന് വേണ്ട സാധനം, ഒരു മാസം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു. ദൈവം എങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നടത്തിയത് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ അപ്പോഴേ ഞാൻ വീട്ടില് അമ്മ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര പ്രതികൂലമായി. നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല നിങ്ങളെ കൂടെ നോക്കാൻ എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും കൂടെ നോക്കാൻ പറ്റത്തില്ല, നീ എന്തെങ്കിലും ജോലിക്ക് പോകണം. അങ്ങനെ അച്ഛൻ ഹോട്ടലിൽ നിൽക്കാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞ് നീ എന്റെ കൂടെ അവിടെ വന്നാൽ വെച്ച് പാത്രം കഴുകി കൊടുത്താൽ മതി, എന്തെങ്കിലും നിനക്ക് തരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ നോക്കി എവിടെയെങ്കിലും ചോദിക്കാം, എല്ലാവരും നിന്നാ നിനക്ക് അതായത് വലിയ ജോലി അന്ന് വലിയ പൈസ ഒന്നും കിട്ടത്തില്ല. വലിയ പൈസ ഒന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് വലിയ വിദ്യാഭ്യാസവും ഇല്ലല്ലോ ഏതെങ്കിലും നല്ല ജോലി കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ ഹോട്ടലിൽ അച്ഛന്റെ കൂടെ പോയി നിന്ന് ഇതുപോലെ പാത്രം കഴുകാനും അച്ഛൻ പറഞ്ഞിച്ചിരി പാത്രം കഴുകി 2 തേങ്ങ തിരി കൊടുക്കാം. അവസാനം ദൈവമക്കളെ കേൾക്കുന്ന പരീക്ഷയുടെ നിങ്ങൾ കേൾക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ എത്ര ജോലി ചെയ്യാൻ നമുക്കറിയാമല്ലോ. ഞാൻ ആ വീട്ടിൽ ഹോട്ടലിൽ ചെന്ന് ആദ്യമൊക്കെ കുറച്ചായിരുന്നു ജോലി. അന്നും വാങ്ങുന്ന പാത്രങ്ങൾക്ക് കൈനാക്കുമില്ല. ഇങ്ങനെ ഒരു റൂമിനകത്ത് അടിച്ചു വാരുമ്പോൾ നന്നായി കൊഴുക്കുന്ന തന്നെ പാത്രം. അത് മാത്രം ഒരു ദിവസം 15-16 തേങ്ങ തിരുവണം, 10 കിലോ സവാള പൊളിക്കണം. മീനാണെങ്കിൽ മത്തിയാണ് 10-200 മത്തി കാണും. ഇത് മൊത്തം വൃത്തിയാക്കണം. എനിക്ക് അന്ന് 27 വയസ്സ് മുതലേ വയസ്സുള്ളൂ. അന്ന് ഞാനിത് ചെയ്ത് കഴിയുമ്പോൾ എന്റെ നടു ഉയരത്തില്ല. എന്റെ കൈ അന്ന് ആ റൂമിനകത്തിരുന്ന് കഴുകുമ്പോൾ വെള്ളം പോകത്തില്ല. എന്റെ കൈകളും കാലുകളും മൊത്തം അഴുകാൻ തുടങ്ങി. എന്റെ കയ്യിൽ ബിംബാന്റെ സോപ്പ് കൊണ്ട് ഒരു ദിവസം 4 സോപ്പൊക്കെ തീരുന്നുണ്ട്. അപ്പോഴും വിചാരിച്ചാൽ എത്ര, പക്ഷെ ചെയ്യുന്ന ജോലി ഞാൻ ആത്മാർത്ഥതയോട് ചെയ്യും, സത്യസന്ധതയോട് ചെയ്യും, കള്ളത്തരം ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ പാത്രം കഴുകി എന്റെ ഹസ്ബൻഡ് പിന്നെ ക്ലാസ് വീണ്ടും ക്ലാസ് ഇട്ട സമയമുണ്ട്. ക്ലാസ് ഇട്ടിട്ട് ഡോക്ടറോട് കുറച്ച് നാളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നിട്ട് എന്റെ കഷ്ടപ്പാട് എന്റെ ഹസ്ബൻഡ് കയ്യിൽ ക്ലാസ് ഇട്ടുകൊണ്ട് ആ ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് വന്ന് ഒരു കൈ കൊണ്ട് എടുത്ത് കൊടുത്തു. ഞാൻ പാത്രം കഴിയും. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും കുഞ്ഞുങ്ങളെ വളർത്തല്ലേ ഞങ്ങൾക്ക്. അങ്ങനെ ദൈവം ഞങ്ങളെ അവിടെ നിന്ന് പടിയായിട്ട് ഞങ്ങളെ കുറച്ച് ഞാൻ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ഈ പാത്രം കൈ വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. പിന്നെ ഞായറാഴ്ച ആദ്യത്തിൽ ചെന്നിരുന്ന് ഞാൻ കരയുക, കർത്താവേ എന്റെ കഷ്ടതയിൽ നീ എന്നെ വിളിക്കണേ. അപ്പോഴത്തേക്ക് ആദ്യം പാടി പാട്ട് ഈ പാട്ടായി കരുതുന്നവർ ഞാൻ എന്തെങ്കിലും കലങ്ങുന്നവരിക്കും. ആ പാട്ട് കേട്ട് എന്റെ ദൈവം എനിക്കൊരു ഭയങ്കര ആശ്വാസം. പാട്ടിന് ഭയങ്കര ജീവനാണ് കേട്ടോ. ഭക്തന്മാരെന്റെ പാട്ടുകൾക്ക് ഭയങ്കര ജീവൻ. ആ പാട്ടിൽ കൂടിയൊക്കെ ദൈവം സംസാരിച്ചു. കരുതുന്നവർ ഞാനും ദൈവം, കരയുന്നത് നീ എന്തെങ്കിലും. അങ്ങനെ അന്ന് നമുക്ക് വെച്ചില്ല, ഗ്യാസടുപ്പില്ല. വീട്ടിൽ വന്നാലും അന്ന് അമ്മ ഞങ്ങൾ ശാലപ്പെട്ടതൊന്നും പ്രതികൂലം അമ്മ സ്വയം ചെയ്യുന്നതല്ല, അമ്മയിൽ പിശാച് കയറി പ്രവർത്തിക്കുന്നതാ. അമ്മ ഞങ്ങൾക്ക് ഗ്യാസടുപ്പോലും തരത്തില്ലായിരുന്നു കേട്ടോ. ഗ്യാസ് ഇല്ലായിരുന്നു. അവസാനം ഞങ്ങള് ഈ അവിടുന്ന് അമ്മയിൽ നിന്ന് മാറാൻ ഞങ്ങൾക്ക് അവസരം. പിന്നെ ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറുന്നത് ഒരു ദിവസം എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞുങ്ങൾ വരുമ്പോ ആഹാരം കൊടുക്കാൻ വേണ്ടി എനിക്ക് വിറവില്ല. വേവിച്ചു കൊടുത്തു. എന്റെ കുഞ്ഞുങ്ങൾ വരുമ്പോ കർത്താവ് ഞാൻ എന്ത് കൊടുക്കും എന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് പായ എടുത്തിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾ വരുമ്പോ എനിക്ക് ആഹാരം വെച്ച് കൊടുക്കാൻ വിറവ് വേണം. അന്ന് വിറവില്ല, വിറവ് പിടിക്കാൻ പൈസയില്ല. യേശുപ്പ എനിക്ക് വിറവ് വേണം എന്ന് പറഞ്ഞ് ഇത് മാത്രമേ പറയുന്നുള്ളൂ. യേശുപ്പ വിറവ് വേണം, വിറവ് വേണം അപ്പാ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടു.
ഞാൻ പ്രാർത്ഥനയിൽ ഇരുന്ന് പേടിച്ചു. ഞാൻ കർത്താവ് മരുന്ന് വിചാരിച്ചു. ഭയങ്കര ഒരു ശിവഴക്കം പോലെ ശബ്ദം. എന്നുവെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന വലിയ ബ്രാഹ്മ നിൽപ്പുണ്ടായിരുന്നു. ആ ബ്രാഹ്മിൽ വലിയ കൊണ്ട കർത്താവ് ഒഴിച്ചിട്ട് ഉണങ്ങി നിന്നൊരു ബ്രാഹ്മ. എനിക്ക് 6 മാസം കഴിച്ചാൽ തീരാത്ത ബ്രാഹ്മ. എന്നാൽ അത് എടുക്കാൻ നമുക്ക് അവകാശമുണ്ടായി. ആ വീട്ടിൽ ആ ഭവനത്തിനകത്ത് എന്ത് വീണാലും എടുത്തോളാൻ ആ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൽ വന്നപ്പോ എനിക്ക് ഭയങ്കര ദൈവം പറയാം, ഒരു തേങ്ങ വീണാലും നിങ്ങൾ എടുത്തോന്ന് പറയാൻ ഞാൻ എടുക്കത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ മനുഷ്യൻ കണ്ടില്ലെങ്കിൽ കാണുന്നൊരു ദൈവമുണ്ട്. കർത്താവായിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങൾ ശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം കൂടാതെ ആരും പിതാവിനെ കാണത്തില്ല. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്ന, നമ്മൾ വിശ്വസിച്ചും വിശുദ്ധിയോടും വേർപാടോടും ജീവിച്ചാൽ മാത്രമേ നമ്മൾ കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുകയുള്ളൂ. സ്തോത്രം. അങ്ങനെ ദൈവം അത്ഭുതം ചെയ്ത എന്റെ ജീവിതത്തിൽ. അത്ഭുതം എന്ന് വെച്ചാൽ പിന്നെ 2017 എന്റെ പ്രിയപ്പെട്ടവനും എന്റെ 2ാമത്തെ മകനും പത്രം ഇടാൻ പോകുമായിരുന്നു. പത്രം ഇട്ടിട്ട് രാവിലെ വന്ന് അപ്പോഴും എന്റെ മൂത്ത മകൻ എന്റെ കുഞ്ഞ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം കൃപയാല് എന്റെ മക്കൾ, എനിക്ക് വിദ്യാഭ്യാസമില്ല. എന്റെ മൂത്ത മകൻ ബിടെക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകാൻ ചെയ്തു. ദൈവം 2ാമത്തെ മകൻ ബികോം പഠിച്ചു. ഇപ്പം അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ മകൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ മകൻ റിലയൻസിന്റെ ഒരു ഷോപ്പിൽ എയർപോർട്ട്സ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ കർത്താവ് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പിന്നെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണ് ദൈവത്തിന്റെ ഒരു ആലോചന ഉണ്ടായത്. ദൈവത്തിന്റെ ഒരു പിന്നെ വാക്തത്വം ഉണ്ടായത്. എന്നോട് സംസാരിച്ചു, ഞാൻ നിനക്കൊരു മകളെ തരും. അങ്ങനെ 2013 ഞങ്ങൾക്കൊരു മകളെ തന്നായിരുന്നു. അച്ഛ എന്നായിരുന്നു മോക്ക് പേരിട്ടത്. ഇപ്പോൾ അവർക്ക് 12 വയസ്സായി. പിന്നെ എന്റെ മൂത്ത മകൻ +2 പഠിക്കുന്ന സമയത്ത് സ്നാനപ്പെട്ടു. 2ാമത്തെ മകനും മോളും ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത്. ഒരു സ്നാനപ്പെട്ട് 2 വർഷം അവരുടെ ഉള്ളു. അങ്ങനെ എന്റെ 3 മക്കൾ കർത്താവിന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട 3 മക്കളെ എനിക്ക് തന്നു. വളരെ ദൈവപൈക്ക് 3 മക്കൾ സ്നാനപ്പെട്ട് വളരെ ദൈവപൈക്കോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഞങ്ങള് ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറി ഞങ്ങളിങ്ങനെ ഈ വീട്ടിലോട്ട് മാറുവാനിടയായി. അമ്മ ഞങ്ങളെ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള പ്രതികൂലങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറുവാനിടയായി. പക്ഷെ ഒരു കാര്യം ഉണർത്തിയ ദൈവമക്കൾ, ഈ പിന്നെ ജോയിസ് ടിവിയിലോട് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളോട് എനിക്ക് പറയുവാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ എവിടെയാണ് ജനിച്ചതെന്നല്ല ദൈവം നോക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് കർത്താവ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എങ്ങനെ ജനിച്ചു, എവിടെ ജനിച്ചു എന്നല്ല. നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ അന്വേഷിച്ചു തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടെത്തിയിരിക്കും. നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയാണ്, തികഞ്ഞ മദ്യപാനിയാണോ? നിങ്ങൾ ഹൃദയം മുറിഞ്ഞ് നിങ്ങൾ നിലവിളിച്ചിരിക്കൂ, കർത്താവായ യേശു അവിടെ ഇറങ്ങി വരും. നിങ്ങളെ വിളിപ്പായി ലോകത്ത് ഒരു വ്യക്തികൾക്ക് വേണ്ടി എല്ലാ സ്നേഹങ്ങളും അറ്റുപോകും, പക്ഷെ യേശുവിന്റെ സ്നേഹം അറ്റുപോകത്തില്ല. നിങ്ങൾ വിളിച്ചാൽ യേശു നിങ്ങളെ വിളിക്കും. ആ വിളിക്കാൻ ശക്തനായ ദൈവം ഈ ലോകത്ത് പാപം ഒഴികെ കർത്താവിന് പാപമില്ലായിരുന്നു. മനുഷ്യനെല്ലാം പാപം. ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് കാൽവരി പിടക്കളത്തിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ യേശു അല്ലാതെ ഒരു ദൈവമില്ല. മറ്റൊരുവനും രക്ഷയില്ല. യേശുവിനെ രാജാവ് നമുക്ക് രക്ഷയില്ല. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? ഈ ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവ് നീ നഷ്ടമായി പോയാൽ എന്ത് പ്രയോജനം? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. നിങ്ങൾ ഏത് വിഷയത്തിലാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോയാലും കർത്താവേ എന്റെ അവസ്ഥ ഇതാണ് യേശുപ്പ, നിങ്ങൾ യേശുവേ എന്ന് വിളിച്ച നിങ്ങൾ ഹൃദയത്തിനകത്ത് ദൈവം വരും. ആ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനം തടയുന്നത് യേശു രക്ഷിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ, ഞാൻ പറയട്ടെ, ഇത് ജീവിതത്തിൽ ഒരു കഥയല്ല, ഒരു സിനിമ എഴുതിയ കഥയല്ല. ഇത് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. എന്റെ ജീവിതത്തിൽ ഇത് ഞാൻ കെട്ടുകഥയോ മുത്തശ്ശി കഥകളോ അല്ല. നിങ്ങൾ ദൈവത്തിന് ഒന്നും കൊടുക്കില്ല, നിങ്ങൾ ഹൃദയം കൊടുത്താൽ മതി. നിങ്ങളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിനെ പ്രകാശിക്കുന്ന ദൈവമല്ല. എന്റെ ദൈവം നിത്യപ്രകാശമാണ്. പകലും വാഴുവാൻ സൂര്യനെയും രാത്രിയും വാഴുവാൻ ചന്ദ്രനെയും നിർമ്മിച്ച കർത്താവാണ്. ഹല്ലേലൂയ. നിങ്ങൾ മഴ ചവിട്ടണ്ട. എന്റെ കർത്താവിനെ മഴ ചവിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു രക്ഷ കിട്ടത്തില്ല, സമാധാനം കിട്ടത്തില്ല. നിങ്ങൾ വിളക്ക് കത്തിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല. നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുമ്പോലെ അല്ല ഞാൻ ഇതിന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. കേട്ടു. ഞാൻ നമ്മുടെ ഈ സാക്ഷ്യം ഇപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. ജോയിസ്
ടിവിയിലെ ചാനലുകളിൽ എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. ഓരോരുത്തർ അനുഭവമാണ്, അത് ജീവിക്കുന്ന അനുഭവങ്ങളാണ്. ഓരോരുത്തർ പറയുമ്പോൾ പണം കിട്ടാൻ വേണ്ടി പെന്തക്കോസ്തിൽ പോയി അവർ പണം തന്ന് സഹായിക്കില്ല. നമ്മുടെ സാഹചര്യം എന്തായാലും നമ്മളെ ജീവിക്കുന്ന ആ തൊഴിൽ നമ്മൾ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്നാനപ്പെട്ട് കർത്താവ് പൂർണ്ണമായിട്ട് മകനെ പൂർണ്ണമായിട്ട് വിടുതല കൊടുത്തു. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളൊരു കുഞ്ഞ് നമ്മളെ ഉദരത്തിനകത്ത് ഒരു മാംസപിണ്ഡമാകുമ്പോൾ പിന്നെ അതിന് ജീവൻ വയ്ക്കാൻ പറ്റും, ഒരു തുടുപ്പുണ്ടാകും. അതുപോലെ ക്രിസ്തു ശമരിയ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്, ഞാൻ തരുന്ന വെള്ളം നീ കുടിച്ചാൽ എനിക്ക് ഒരു നാൾ ദാഹിക്കയില്ല. യേശു തരുന്ന വെള്ളം നമ്മൾ കുടിച്ചാൽ ഒരു നാൾ നമുക്ക് ദാഹിക്കത്തില്ല. എന്ന് വെച്ചാൽ യേശു എന്നെ ഗുരുവായി കഴിഞ്ഞപ്പോൾ യേശുവിനെ ഞാൻ ഇസ്ലാമായി ജനിച്ച് വിശ്വസിച്ച് ജീവിച്ചെങ്കിലും ആ ഭാവനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് ഒരിതുമില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. അത് അങ്ങനെ ഒരു ദൈവമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഇതാണ് പറയുന്നത്, ഇതാണ് വിശ്വസിച്ച് ജീവിതം. നിങ്ങൾക്ക് അനുഭവം ജീവിതത്തിൽ ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അതാ പറയുന്നത്. വിഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദൈവവചനത്തിൽ പറയുന്നത്, കണ്ണുണ്ടെങ്കിൽ കാണുന്നില്ല, ചെവിയുണ്ടെങ്കിൽ കേൾക്കുന്നില്ല, അവ ഉണ്ടാക്കുന്നതോ അവരെ പോലെ തന്നെയാകുന്നു. നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ജീവനുള്ള ദൈവത്തെ എനിക്ക്, അത് ക്രിസ്തുവാണ്. ഞാൻ പറയട്ടെ, ഈ ലോകത്ത് നമ്മളൊരു വീട് വെച്ചാൽ അതിനൊരു വാതിൽ ഉണ്ടായിരിക്കും. എന്നാൽ സ്വർഗത്തിൽ ഒറ്റ വാതിലുള്ള ആ വാതിലെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വാതിൽ കൂടി അല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. എന്റെ രണ്ടാമത്തെ ഇക്ക എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒരു കോടി രൂപ തരാന്ന് പറഞ്ഞാൽ നീ യേശുവിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ 1 കോടിയല്ല 100 കോടി തരാന്ന് പറഞ്ഞാലും ശരിയല്ല, ഞാൻ എന്റെ അപ്പനെ വിട്ടു പറ്റില്ല. എന്റെ ഇക്ക എന്റെ അടുത്ത് ചോദിക്കാം. അപ്പൊ എന്റെ ഏറ്റവും സഹോദരൻ ചോദിച്ചതാ, പിന്നെ ഈ ലോകത്ത് ജീവിക്കുമ്പോ അടിച്ചു പൊളിച്ച് ജീവിക്കണം, സ്വർഗമൊക്കെ പിന്നെ ഉള്ളതല്ലേ എന്നാണ്. പക്ഷെ പലരും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ നിത്യത നഷ്ടമാക്കി കളയുന്നത്. എന്റെ പ്രയത്നം വളരെ വേദന. എന്റെ നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. എന്റെ അമ്മ വീട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പോകാറുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് പഴക്കമെടുത്ത് പോകും. അടുത്തിരിക്കുന്നവർക്ക് കൊടുക്കും. പറയാൻ നമുക്ക് പറ്റില്ല. അവര് പിന്നീട് അവർ രക്ഷപ്പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല. കർത്താവിനോട് രക്ഷപ്പെടും. അതുപോലെ തന്നെ ഈ RCCയിലൊക്കെ പോയി ഒത്തിരി ഞാൻ പഴക്കം കൊടുത്തത് ഞാനും പിന്നെ എന്റെ നാഥനും എന്റെ അനിയനും. അത് പറയാൻ വിട്ടുപോയി. എന്റെ അനിയത്തി ഷീന, അനിയത്തിയും ഹസ്ബൻഡും ഈ വിശ്വാസത്തിൽ വന്നു. എന്റെ ഉമ്മ വിശ്വാസത്തിൽ വന്നു, ജ്ഞാനപ്പെട്ടു. എന്റെ ഉമ്മ രഹസ്യമായിട്ടാണ് ജ്ഞാനപ്പെട്ടത്. ചിലപ്പോ യൂട്യൂബ് ചാനലിൽ കൂടി, സാക്ഷ്യത്തിൽ കൂടി, ജോയിസ് ടിവി ചാനലിൽ കൂടി നാളെ സഹോദരങ്ങൾക്ക് കേൾക്കണം, അറിയണം. എന്റെ ഉമ്മ സ്നാനപ്പെട്ടത്, എന്റെ ഉമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ്. ആ കൈക്കൊള്ളുള്ള ആ സ്ഥലത്ത് എന്റെ ഉമ്മ സ്നാനപ്പെട്ടത്. എന്റെ അനിയത്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഞാൻ യേശുവിനെ കുറിച്ച് കോഴിക്കൂടെ സ്വതന്ത്രമേനെ പറഞ്ഞു പഠിപ്പിച്ചു. ഇലാവാദത്തിൽ അത് ആർക്കും കടന്നു വരാൻ കഴിയത്തില്ല. ഞാൻ പറയട്ടെ, ഞാൻ യേശുവിനൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് എപ്പോഴും യേശുവിനെ കുറിച്ച് പറയുന്നു. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും പാട്ട് പാടും. ഞാൻ എപ്പോഴും യേശുവിനെ, ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ പോകുമ്പോഴൊക്കെ പാട്ട് പാടും. കർത്താവിനെ കുറിച്ച് പാടി പാടി ഞാൻ നടക്കുന്ന എന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും ഞാൻ ഈ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പേ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയും ഞാനും സിനിമ കാണുന്നു. നമ്മൾ ഒരുമിച്ച് സിനിമ മണിക്കൂറുകൾ കാണും. കണ്ട് ഞങ്ങൾ അമ്മയും ഭയങ്കരമായിട്ട് സിനിമയൊക്കെ കാണുന്ന ഒരു സ്വഭാവം. പക്ഷെ പിന്നീട് ഞാൻ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പിന്നെ എന്റെ അമ്മയ്ക്ക് ഈ സ്ഥലത്ത് വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് മാറിപ്പോയപ്പോ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും യേശുവിനെ കുറിച്ച് പറയാനുണ്ട്. അമ്മ സിനിമയുടെ കഥ പറയാൻ നോക്കുമ്പോ ഞാൻ പറയും, ഞാൻ യേശുവിനെ കുറിച്ച് പറയാം. അപ്പോഴും നീ എപ്പോഴും യേശു യേശു യേശു, നീ യേശുവിന്റെ അടുത്ത് ആക്കും എന്നെ, നീ യേശു പോയാണെന്നൊക്കെ പറഞ്ഞ. പക്ഷെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു, വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, ഒരു ആത്മാവ് പോയി നശിച്ചു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്, നിത്യ നരകത്തിൽ പോകരുത്. കർത്താവെ, ഇവരെല്ലാം രക്ഷിക്കപ്പെടണം, ഇവരെല്ലാം രക്ഷയുടെ ജീവന്റെ പുസ്തകത്തിൽ അപ്പാ ഇവരുടെ എല്ലാം പേരെഴുതണം. ഞാൻ പേരെഴുതി വെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറയട്ടെ, അച്ഛൻ മോൻ ചെല്ലാതെ ഓണം പറയണം. ഓണത്തിന് ഉണ്ണത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പോകും. പദ്യമൊന്നും എനിക്കിഷ്ടമില്ല. ഇങ്ങനെ വന്നപ്പം ആരും പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് ഏതിനൊക്കെ മാറിയിരിക്കണം നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ കർത്താവെ, ആദ്യം ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് എവിടെ കഴിഞ്ഞാൽ കൊണ്ടേ പോകത്തുള്ളൂ, നീ വന്നേ പറ്റൂ. പിന്നെ മകളെ ഞാൻ അവിടെ ഇരുന്ന് കണ്ണീർ ഒഴിക്കുക. കർത്താവെ, അടുത്ത ഒരു ഓണം ദൈവം തരുമെന്നുള്ള ഓണം എന്ന് പറയുന്ന വിഷയമുണ്ടെങ്കിൽ ഈ കുടുംബം സഭയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന ദേവാലയത്തിലോട്ട് ദൈവം മാറ്റും. എന്റെ ദൈവം എത്ര വലിയവനും തന്നത്. ആ പിറ്റേ വർഷത്തിൽ തന്നെ എന്റെ കർത്താവ് ഒരുമിച്ച് ഉള്ളു IPC സഭയിൽ
ഇരുന്ന് ആരാധിക്കുന്ന തരത്തിൽ ആ കുടുംബത്തിലേക്ക് വേർതിരിച്ചു. എന്റെ നാട്ടിന്റെ അടുത്ത് ഞാൻ ഈ കൊച്ചൊരു ഭവനത്തിൽ വെച്ച് സുവിശേഷം പറഞ്ഞു കൊടുത്തപ്പോ എന്റെ മുമ്പില് അവള് സർപ്പം മേടിച്ചു നിൽക്കുമ്പോൾ അവളുടെ പാരമ്പര്യ ശക്തി വെളിപ്പെട്ടു വന്നു. അന്നത്തെ ഞാൻ വിശ്വാസത്തിൽ വന്ന ഒരു സമയത്ത് അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഒറ്റയ്ക്ക് അറിയില്ല, ഞാൻ പേടിച്ചു പോയി. എന്റെ മുമ്പിൽ വെളിപ്പെട്ടു, നീ എല്ലാവരെയും കൊണ്ടുപോകില്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായി സംസാരിക്കാൻ ഇടയെ. അപ്പോഴത്തേക്ക് ഞാൻ ദൈവമേ ഞാൻ എന്ത് ചെയ്യും കർത്താവേ, എനിക്കൊന്നും അതുകൊണ്ട് യേശുപ്പാ ഇതിനെ എങ്ങനെയാണ് നടക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ കണ്ടൊക്കെ വല്ലാത്ത രൂപമാകി വല്ലാത്ത രീതിയിൽ. അപ്പോഴത്തേക്ക് ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു പറയുക, മോശയുടെ മേൽ കൊടുത്ത അധികാരം ഞാൻ നീ തന്നെ നീ എടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോഴും എന്റെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി അപ്പോഴും വേറൊന്നും പറഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവളുടെ മേൽ വ്യാപിച്ച ദുഷ്ടശക്തി വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു. സ്വയം പതിച്ചാണ് അവൾ പറയുകയും അവൾ അപ്പോഴും ബോധത്തോടെ എണീച്ചു. അവര് പൊങ്കാലയിടാൻ പോകുക. ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് അടുത്തൊരു വർഷമാണെങ്കിൽ പൊങ്കാലയിടാൻ പോകത്തില്ല, യേശുവിനെ ആരാധിക്കും. ഞാൻ പറയട്ടെ, അവളെ ഹസ്ബൻഡ് ഭയങ്കര കുടിച്ച് അവസാനം അവരുടെ രക്ഷയിലേക്ക് വരുന്നതിന് ആത്മഹത്യ ചെയ്തു. എന്റെ ഹസ്ബൻഡിന്റെ സഹോദരി രണ്ടാമക്കളാണ്. അങ്ങനെ അവള് വല്ലാത്ത മാനസിക തകർച്ചയിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന സാഹചര്യമായി അവളെ എപ്പോഴും ആത്മഹത്യ ചെയ്യണം. എന്റെ അഞ്ചേക്ക് അതുപോലെ ആത്മഹത്യ ചെയ്യണം. ഞാൻ പറയും പ്രേക്ഷകരോട് ഞാൻ പറയും, കേൾക്കുന്നവരോട് ഞാൻ പറയും, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പിശാച് നിങ്ങൾ നരകത്തിൽ കൊണ്ടുപോകാനാണ് നോക്കുന്നത്. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് നിങ്ങൾ ജീവിക്കും. കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന മരിച്ചവന് ജീവിക്കുമെന്നാണ്. അനേകരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കും. യേശുവിൽ വിശ്വസിക്കുന്നവർ നമ്മൾ മരിച്ചാലും ജീവിക്കും. നമ്മൾ മരിച്ച് നമ്മൾ കല്ലറയിൽ നമ്മൾ കൂട്ടിയാലും കർത്താവ് വരുമ്പോൾ നമ്മൾ ആ കല്ലറ പൊളിച്ച് ഒഴിക്കും. ദൈവം നമ്മളെ ഉയർപ്പിക്കും. അതാണ് ഉയർപ്പിന്റെ ശക്തിയാണ് യേശുവിന്റെ. ഉലക മഹാത്മാ അഖിലവും ഒരുപോലെ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഇന്നും അത് ഉയരത്തിൽ വാഴുന്നു. ഹല്ലേലൂയ. വൈകമനകടത്തിയാണ് യേശു ക്രിസ്തു അധികാരമുള്ളതാണ്. കർത്താവ് വലിയവനാണ്. യേശു ജീവനുള്ള ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കണം ദൈവമക്കളെ. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ കുടുംബം, ഞാനും എന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നു. നിങ്ങൾ കുടുംബം രക്ഷ പ്രാപിക്കും. നിങ്ങൾ ഏത് അവസ്ഥ, നിങ്ങൾ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണോ, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ മതി. നിങ്ങൾ യേശു നിങ്ങളെ വിധിക്കും. നിങ്ങൾ ഏത് പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നോ, നിങ്ങൾ മാരകമായ ഏത് രോഗത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നതുമാണ്, ഈ രോഗത്തിൽ നിങ്ങൾക്ക് വിടിയിപ്പാൻ കഴിയത്തില്ല. സയൻസ് പറയും നിങ്ങൾക്ക് ഇനി ഇതിനൊരു വിടുതലില്ലല്ലോ. എന്നാൽ യേശു പറയും, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എന്റെ സഹോദരി നാത്തൂനും ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ കഴിയാം. അവളും എന്റെ കുഞ്ഞുങ്ങളും എന്റെ അമ്മ, ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത്, എല്ലാം ശരി തന്നെ. പിന്നെ അമ്മ നല്ല സ്നേഹം, വിശ്വാസത്തിൽ പ്രതികൂലം എനിക്ക് മനസ്സിലായി. പക്ഷെ പിന്നെ അമ്മ നല്ല സ്നേഹമായി, അമ്മ നല്ല സ്നേഹം. അങ്ങനെ അച്ഛൻ വിശ്വാസത്തിൽ വന്നു, അവർ കുടുംബമായി രക്ഷിക്കപ്പെട്ട് അതാണ് ഒരാളെ ദൈവം കൊണ്ടുവന്ന് എത്ര പേര് രക്ഷിക്കുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ അവരുടെ പേര് അപ്പ എഴുതണം. എഴുതുക, എന്റെ അപ്പ എഴുതും. ഞാൻ വിശ്വസിച്ച് എഴുതിയിരിക്കുന്നതിനായി സ്വന്തം പ്രാർത്ഥിക്കും. കർത്താവെ എഴുതിയിരിക്കുന്നതിനായി സ്വന്തം വിശ്വസിച്ച്. എന്റെ ഉമ്മ അങ്ങനെ സ്നാനപ്പെട്ടു. എന്റെ അനിയത്തി പിന്നെ വിശ്വാസം എന്നേക്കാളും വലിയ വിശ്വാസം. ഇതിലും വലിയ വിശ്വാസമാണ്. എന്റെ നാത്തൂൻ ബൈബിൾ കോളേജിൽ പഠിച്ച് അവള് അങ്ങനെ ആയിരിക്കുന്നു. എന്റെ അനിയത്തി ഭയങ്കര പ്രാർത്ഥനാക്കാരിയാണ്. ഭയങ്കര വെളിപ്പാട് ദർശനമുള്ളതാണ്. എന്റെ നാത്തൂനും അതുപോലെ അവർക്ക് എന്റെ നല്ല സാക്ഷ്യമുള്ളവർ. അങ്ങനെ ഞങ്ങൾ ഇത്രയും ദൈവം കർത്താവിന്റെ കൃപയിൽ ആയിത്തീരുക. ഞാൻ പറഞ്ഞ എന്റെ ബാല്യത്തിൽ ഞാൻ കിണറിൽ വീണെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ ഒരു ദിവസം ആരാധത്തോടിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ ഒരു ഭയങ്കര എന്റെ ജീവിതത്തിലെ ഈ വേദന, നമ്മൾ ഈ ജോലി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി വേദന വരില്ല, കഷ്ടതയൊക്കെ വരും, കൈ കാലത്ത് മനുഷ്യനൊക്കെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ചെല്ലുന്ന കൈ കർത്താവേ എന്റെ കൈ കാലൊന്നും പിടി കാണിക്കാൻ പരീക്ഷ കൈ കാലിൽ അഴുകിയിരിക്കുന്നപ്പ അപ്പോഴത്തേക്കാണ് അപ്പോഴത്തേക്കും ഒരു പാട്ട് വരും. മണ്ണിലും ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമേക്കില്ലല്ലോ, ഇങ്ങനെ ജീവിതം ഒത്തിരും നേരം മാനസമോദിക്കുന്നേ, ദൈവവും ഉണ്ടല്ല ദൂതരും ഉണ്ടല്ല. വൈകമനകടത്തിയാണ് ഈ പാട്ടൊക്കെ അങ്ങോട്ട് ഇതിന്റെ ഹൃദയത്തിനകത്തെന്ന് വരും. ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ നമ്മൾ ഓർക്കണ്ട, നമ്മൾ ആ ഭൂമിയിലെ ജീവിതം ഓർക്കുമ്പോൾ നമ്മളെ മാനസമോദിക്കും.
അങ്ങനെ അങ്ങ് അപ്പോഴും ഞാൻ ഈ പാട്ടൊക്കെ പാടി സാക്ഷിയൊക്കെ പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞപ്പം അത് പഴയ പാട്ടാ, എല്ലാവർക്കും അറിയാം ഈ പാട്ട്, പഴയ ഒരു പാട്ടാ. അപ്പോഴ് ഈ പാട്ട് പാടിപ്പോ ഒരു സഹോദരൻ എന്നെ ചോദിച്ചു, സത്യം ഈ പാട്ട് എവിടെ കിട്ടിയത്? പാട്ട് എവിടെ കിട്ടി? നമ്മളിത് പാട്ട് ബുക്കിലുള്ള പാട്ടാ, പഴയ പാട്ടാ. എനിക്ക് ദൈവാത്മാവ് തന്നതാ. ദൈവാത്മാവ് തന്നതാ, ഞാൻ പഠിച്ച പാട്ടല്ല, സഭയിൽ പാടുന്നത് കേട്ടിട്ടില്ല. ആ സമയത്ത് ദൈവം തന്ന വരികളാ. അങ്ങനെ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധനയോടിരുന്നപ്പോ ഒരു വെളിപ്പാട് ഞാൻ കണ്ടു. ഒരു വെളിപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കിണറിൽ വീഴുന്നത്, എന്നെ പിശാച് തള്ളി ഇരുന്നത്, എന്നെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത് പിശാച്. അപ്പോഴ് ഒരു കരം എന്നെ വന്ന് താങ്ങി, കരം താങ്ങി. എന്നിട്ട് ആ ശബ്ദം ഞാൻ കേൾക്കുക, മകളെ നിന്നെ അന്ന് ഞാൻ വിടുവിച്ചത്, നിന്നെ കിണറ്റിൽ വീഴുന്ന സമയം നിന്നെ ഞാൻ വിടുവിച്ചു. അതുപോലെ തന്നെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്റെ വിശ്വാസത്തിൽ എന്റെ വാപ്പ ഞങ്ങളുടെ ഒരു മദ്യപാനിയായിരുന്നു എന്ന്. അപ്പൊ എന്റെ വാപ്പ ചാരായം കച്ചവടം എന്റെ വാപ്പ ചെയ്യത്തില്ലായിരുന്നു. എന്നാൽ അടുത്ത വീട്ടിലെ ഒരു ആന്റിയുടെ ചാരായം പോലീസോട് പിടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പം ഒരു ദിവസത്തേക്ക് വാപ്പാട്ട് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വാപ്പ ഞങ്ങളെ വീട്ടിന്റെ ടോയ്ലറ്റിന്റെ അടുത്ത് വെളിന്റെ മുമ്പിൽ കുടിയെടുത്തപ്പോൾ കുടിച്ചു മൂടി. ഈ കവർ ചാരായം എന്ന് പറയുന്ന ഒരു സാധനം വാപ്പ കുടിക്കും, പക്ഷെ വാപ്പ അങ്ങനത്തെ ബിസിനസ് ഒന്നും പോയിട്ടില്ല. അങ്ങനെ കൊണ്ട് കുടിച്ചിട്ട് അപ്പോഴും എന്റെ ഹസ്ബൻഡ് വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ അന്ന് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ദൈവകൃപയെ രക്ഷിക്കപ്പെട്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു ദൈവം, എല്ലാം മാറ്റി. അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഇതിന് ഒരെണ്ണം എടുത്ത് ഒരു അവര് ചെറ്റക്കുടി പോയില്ല, അതിന്റെ മേളിൽ കൊണ്ടുവന്ന് വിളിച്ചു, ഒരാളെ ഒറ്റി കൊടുത്തു. പോലീസ് അവിടെ വന്നു. അപ്പൊ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആ ഒരു ടൈമിലാണ്, ആ ടൈമിൽ അപ്പോഴും ഒരു വല്ലാത്ത നമുക്ക് ഒരു മാനസികമായ തകർന്ന ഒരു നാണം കിടന്ന ഒരു അവസ്ഥയാണ്. ചായ കേസിന്റെ വാപ്പായെ പിടിച്ചോളൂ എന്നൊക്കെ പറയണം. അപ്പോഴും എന്റെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തു. എന്റെ മനസ്സിൽ അപ്പോഴും വിശ്വാസം തീരുമാനം എടുപ്പിക്കുക, നീ ഞാൻ ഇന്ന് മരിക്കും, എന്റെ വാപ്പായ പോലീസ് കൊണ്ടുപോകും, ഞാൻ ആത്മഹത്യ ചെയ്യും. എന്റെ ഭർത്താവിന് ഒരു വിഷയമല്ല, മക്കളൊന്നുമില്ല, കല്യാണം കഴിച്ച് പറയാം, എനിക്ക് ഭർത്താവിനൊന്നും നോക്കില്ല, എന്റെ ജീവിതം നോക്കില്ല, പക്ഷെ എനിക്ക് ഞാൻ നാളെ ജീവിക്കാൻ മടിയാ. എന്റെ മനസ്സിനകത്ത് ഞാൻ മരിക്കും, ആത്മഹത്യ ചെയ്യും. അന്നത്തെ ഞങ്ങളുടെ നാട്ടിൽ ഉദോളനം എന്ന് പറയുന്ന സാധനം എന്റെ തകരം കഴിച്ചാൽ അങ്ങനെ ഞാൻ മരിക്കാൻ തീരുമാനമെടുക്കുന്ന സമയത്ത് എന്റെ വാപ്പ പോലീസ് അവിടെ മൊത്തം മരിച്ചു പറക്കി. ഇങ്ങനെ നോക്കിയാൽ കാണും പോലീസ് അവിടെ വേദിക്കുന്നത്, അവരെ കണ്ണിന്റെ സ്വർഗം അവസ്ഥയാണ്. അവര് വന്ന് നോക്കി എന്റെ വാപ്പായ എന്ത് ഒന്നും കിട്ടാതെ കൊണ്ടുപോകാൻ, അതിൽ ഒരു മനുഷ്യൻ പറഞ്ഞു ഒരു സാധനമില്ലാതെ നിങ്ങള് ഇക്കാര്യം കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ അവര് വാപ്പായ വിട്ടിട്ട് പോയി. ഞാനിത് ഈ കാര്യം ഇപ്പൊ പറയാൻ കാരണം, പരിശുദ്ധാത്മാവിൽ ഞാൻ അന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കിണറ്റിന്റെ കാര്യം എന്നെ പരിശുദ്ധാത്മാവ് ദൈവം എന്നെ കാണിച്ചത്, അന്ന് വിധിച്ചത്. ഞാൻ അന്ന് ആ നിന്റെ പിതാവിനെ പിടിച്ചു പോകേണ്ട നീ മരിക്കുമെന്ന് തീരുമാനമെടുത്ത് നീ മരിക്കാൻ ഉറച്ചു നിന്നപ്പോ നിന്റെ പിതാവിനെ നീ കൊണ്ടുപോയി മരിക്കുമെന്ന് എനിക്കറിയാം. നീ മരിക്കാൻ തീരും പിശാചിനെ അങ്ങനെ ചെയ്തു. നീ അന്ന് വിധിച്ചത് ഞാൻ, അന്ന് എന്റെ കരമാണ് നിന്നെ വിധിച്ചത്. ഈ രണ്ട് മരണത്തിന് എന്റെ തമ്പുരാനാണ് എന്നെ വിധിച്ചത്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. എന്ത് കഷ്ടം വന്നാൽ കർത്താവുണ്ടെന്നേ, കഷ്ടമുണ്ട്. ക്രിസ്ത്യാനിയായ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുത്. ഈ നാമം ധരിച്ചിട്ട് അവനെ ഉയർത്തുകയത്രേ. നമുക്ക് കർത്താവുണ്ട്, യേശു നമുക്ക് സമാധാനം തരും. നമ്മള് വഴിയിൽ ഉപേക്ഷിച്ച് നമ്മൾ ക്രിസ്ത്യ ജീവിതം പട്ടമത്തേനാണ് വിചാരിക്കരുത്. കഷ്ടതയിൽ കൂടി കടന്നു പോയാലും അവിടെയും കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തും. അപ്പോഴേക്ക് ഞങ്ങൾ ഒരു കവറിൽ 5-6 തുണിയുമായിട്ട് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ വന്നു. ഞങ്ങൾക്ക് എന്റെ മോൾ വെച്ച ഞങ്ങൾ 4 വാഹനമുണ്ട്. എന്റെ ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് എന്റെ സാക്ഷ്യം ഞാൻ ഉള്ള ഇതായിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോഴ് എനിക്ക് എന്റെ മാമൻ ദൈവാലോചന പറഞ്ഞു, നീ വാഹനം കൊടുത്ത് ദൈവാലയത്തിൽ വയ്ക്കുന്നു. എനിക്ക് ദൈവം എന്തെങ്കിലും പറഞ്ഞ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ മനുഷ്യൻ പറയുന്ന വാക്കല്ല, ദൈവം എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അത് പിടിച്ചു വെച്ച് പറഞ്ഞു. അപ്പോഴും എനിക്ക് 2 വീലർ ഓടിക്കാൻ വേണ്ടി അന്ന് എന്റെ നാട്ടിനാദ്യം ഒന്നാമത് ഓടിച്ചത് എന്റെ മോൻ വെച്ചാണെങ്കിൽ എന്റെ 2ാമത്തെ മോൻ ഭയങ്കര കുറച്ച് മിടുക്കൻ. അവനെ എന്റെ നാട്ടിനെയൊക്കെ പഠിപ്പിച്ചത് ട്രെയിനിങ് പഠിച്ചു. എന്റെ മോനെ പഠിച്ച് 12 അവനെ പഠിപ്പിച്ചു. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ ഈ 2 വീലർ പഠിക്കാൻ വേണ്ടി എന്റെ ഹസ്ബൻഡിന്റെ കൂടെ രാവിലെ എണീച്ചു പോയി. അപ്പോഴും വണ്ടി ഓടിക്കാൻ എന്റെ കയ്യിൽ നിന്ന് ഓടിക്കും. വണ്ടി ഓടിക്കുന്ന സമയത്ത് ദേഷ്യം പോയി.
അവരെ വഴക്ക് പറഞ്ഞത് ആ വണ്ടി അവിടെ ഇട്ട് എനിക്കറിഞ്ഞൂടാ, വണ്ടി ഞാൻ അവിടെ കെട്ടിയിട്ടുണ്ട്, നീ നിനക്ക് പഠിക്കാൻ വൈകിട്ട് നീ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കന്ന് സങ്കടം. ഞാനെന്ത് ആരെയും നമ്മുടെ കർത്താവെ പറഞ്ഞ് ഞാൻ വാഹനം ഓടിക്കണം. അപ്പോഴത്തെ ഞാൻ ഈ വണ്ടി എടുത്ത് മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് അത് എന്റെ അമ്മ അങ്ങനെ അമ്മ ഇങ്ങനെയല്ല ഉമ്മ വിളിക്കണം, കൊച്ചിരി അങ്ങനെ വിളിച്ച ഉമ്മ ഇങ്ങനെയാ എന്ന് പറഞ്ഞ എന്റെ മോൻ എന്റെ ദൈവമല്ല മോനിൽ കൂടി ആ വാഹനം ഓടിച്ച് പഠിച്ചാൽ പോരല്ലോ, ഓടിക്കുന്ന ലൈസൻസ് വേണ്ടേ. ക്ലാസ് പഠിച്ച ഞാന് ഒന്നും പറഞ്ഞ ആരും അക്ഷരം കൂടാതെ ഞാനിങ്ങനെ ലൈസൻസ് എടുക്കും. ഞാൻ പറയട്ടെ, ഞാന് ഒരു വ്യത്യസ്ത സമയത്തിന് എന്റെ മുത്തുമാരുടെ വീട്ടിൽ എന്നെ ഒരു സമയത്ത് കൊണ്ടു നിർത്തിയിരുന്നു. എന്റെ മുത്തുമാരുടെ മോൾ എന്റെ പ്രായമുള്ള ഒരു മകളുണ്ടായിരുന്നു. ആ മകള് ട്യൂഷൻ പഠിപ്പിക്കാൻ ആൾക്കാർ വരുമായിരുന്നു. അവരെ കൂടെ ട്യൂഷൻ മതിയായിരുന്നു, ഞാൻ പഠിക്കുമായിരുന്നു. അങ്ങനെ കൂടെ അതൊന്നും ചെയ്തിട്ടില്ല. എല്ലാം പഠിച്ചവർക്ക് പഠിക്കാത്തവർ വില അറിയത്തില്ല. പല നിറഞ്ഞിരിക്കുന്നവർക്ക് വിശപ്പുള്ള ആ ഒരു അനുഭവം അറിയത്തില്ല. ഞാൻ ഒന്നുപോലും മറച്ചു വെച്ചിട്ടില്ല. ഇതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയും. എന്റെ ജീവിതത്തില് അനുഭവമല്ല സത്യം പറയട്ടെ. 5ാം ക്ലാസ് പഠിച്ച ഞാൻ എങ്ങനെ ട്രെയിനിങ്ങിൽ ലൈസൻസ് എടുക്കും? ഞാൻ അങ്ങനെ ആ മൂത്തുമാരുടെ മകള് ട്യൂഷൻ പഠിച്ച സമയത്ത് മാറി നിന്ന് ഞാൻ അക്ഷരം കംപ്ലീറ്റ് പഠിച്ചു. ABC 26 അക്ഷരം ഞാൻ പഠിച്ചു. അങ്ങനെ എന്റെ ദൈവം പഠിപ്പിച്ച എന്റെ ദൈവത്തിന്റെ ഈ വചനം വായിക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചത്. എന്റെ ദൈവത്തിന്റെ ഈ വചനം വായിക്കാൻ തമ്പുരാൻ എന്നെ പഠിപ്പിച്ചതാ. ദൈവവും പറ്റി ഞാനും ആചരിക്കുന്നത് നല്ല ബുദ്ധി ഉണ്ടാകും. എന്റെ അപ്പനെ എന്റെ ഉമ്മാന്റെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവിനെ കണ്ടിരുന്നത് കൊണ്ടാണ് എന്റെ യേശു പഠിപ്പിച്ചു. എനിക്ക് കൂടുതൽ പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതിയിട്ടില്ല. ലേണേഴ്സ് ഉണ്ടല്ലോ, ലേണേഴ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. 14 ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ 20 14 ചെയ്യണം. 100 ക്വസ്റ്റ്യൻ കാണാതെ പഠിക്കാൻ കർത്താവ് 100 ക്വസ്റ്റ്യൻ പഠിച്ച് 20 പഠിച്ച് 100 പഠിച്ചിട്ട് നെടുമങ്ങാട് അവിടെ ലേണേഴ്സിന് പോയപ്പോ ഫസ്റ്റിൽ തന്നെ ഞാൻ ലേണേഴ്സ് പാസ്സായി. ഡിഗ്രി ക്വാളിഫിക്കേഷൻ കൊച്ചു പിള്ളേര് 4-5 പ്രാവശ്യം വന്ന് ലേണേഴ്സ് എഴുതിയിട്ടും പേപ്പർ വലിച്ചു ചെയ്ത് പിള്ളേർ ദേഷ്യം വന്ന് പോയ സമയം ഒരു യോഗ്യതയില്ല. എന്റെ തമ്പുരാൻ എന്റെ അപ്പനാണ്. എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടറിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഓരോ ആൻസറും പരിശുദ്ധാത്മാവ് പറഞ്ഞു ഞാൻ പാസ്സാണ്. പിന്നെ അട്ടകട്ടകൾ കിടക്കുന്നു, ടെസ്റ്റ് കിടക്കുക. വണ്ടി ഞാൻ നല്ല ഓടിക്കുന്നു. വണ്ടി ഞാൻ തന്നെ നല്ലതായിട്ട് കൊടുത്തില്ല. എല്ലാ ടെസ്റ്റിനും ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ നല്ലതായിട്ട് കൊടുക്കും. പക്ഷെ ആ ടെസ്റ്റിന്റെ സമയമാകുമ്പോൾ എന്റെ കൈയും കാലം നടക്കാൻ തുടങ്ങി. 2 ടെസ്റ്റിന് ഞാൻ ഫെയിലായിരുന്നു. 2 വീലർ കാറും കൂടെ ചേർത്താണ് എടുക്കുന്നത്. കാറ് പിന്നീട് 2 പ്രാവശ്യം ഫെയിലായി. 3ാമത്തെ പ്രാവശ്യം ഇത്രയും വണ്ടി കൊടുത്തിട്ട് ഒരു പ്രാവശ്യം പോലെ കമ്പ്യൂട്ടറിന്റെ കാറ് തറയില്ല. എനിക്ക് ആ സമയമാകുമ്പോൾ എടുക്കാൻ സംഭവിക്കും. അപ്പൊ 3ാമത്തെ പ്രാവശ്യം ഞാൻ ദൈവത്തെ തക്കാതെ എന്നെ നാണം കെട്ടല്ലേ അപ്പ, എന്റെ അപ്പ എന്റെ കൂടെ എന്തെങ്കിലും ഞാൻ തോക്കൂലപ്പാ. അപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞു, ദൈവം എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കുന്ന നമ്മളെ വെഹിക്കിളുണ്ടല്ലോ, അവിടെ വെഹിക്കിള് നമ്മള് ആ വെഹിക്കിള് നീ ആദ്യം വണ്ടി ഫ്രണ്ടിൽ ഒരു റൗണ്ട് കറക്കണം. പരിശുദ്ധാത്മാ പറഞ്ഞു ഒരു റൗണ്ട് കറക്കണം. അപ്പോഴും ഞാൻ ദൈവത്തോട് തിരിച്ചു ചോദിക്കുക, കർത്താവേ ഞാനിത് കറക്കുമ്പോ എന്നെ താമസിക്കില്ല, താമസിക്കല്ലേ നോക്കാം. അപ്പോഴും അവന്റെ കണ്ണിനെ ഞാൻ താഴോട്ടാക്കിയിരിക്കും. താഴോട്ടാകുന്ന ആ ഒരു എടുത്ത് വെച്ച് ഞാൻ അത് ഇത് നടന്ന സംഭവം. ആർക്കും സംബന്ധിച്ചു കൊടുക്കൂല. ആ ഒരു റൗണ്ട് കറങ്ങി പോകുമ്പോൾ എനിക്ക് ആ ഒരു ബാലൻസ് എനിക്ക് അറിയില്ല. ഞാൻ ഒരു റൗണ്ടിന്റെ ചുരുക്കമായി ഞാൻ പാസ്സായി. ഞാൻ ദൈവം അത് സിമ്പിളായിട്ട് സഹായിച്ചു. പക്ഷെ അതൊരു ഭയങ്കര പരീക്ഷ. പക്ഷെ എനിക്ക് വാഹനം ദൈവം തന്നു. അങ്ങനത്തെ എല്ലാവർക്കും വാഹനം ദൈവം ഈ വാഹനം തന്നു എന്ന് പറയുവാനല്ല, കർത്താവ് ചെയ്ത അത്ഭുതം പറയാൻ എന്ന് വിചാരിച്ച് ഞാൻ പറയട്ടെ. പ്രിയ ദൈവമക്കളെ, ഞാൻ പ്രിയ ശ്രോതാക്കളെ കേൾക്കുന്നവർക്ക് ഞാൻ പറയാം, ഞാൻ ഈ ലോകത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങൾ കണ്ടല്ല യേശുവിനെ ഞാൻ വിശ്വസിച്ചത്. യേശു ദൈവമെന്ന് യേശു മാത്രമേ ലോകരക്ഷകനെന്ന് അറിഞ്ഞ് വിശ്വസിച്ചതാ. യേശു എന്നെ വിടിവിച്ചാലും ശരി, വിടിവിച്ചില്ലെങ്കിലും ശരി, എനിക്ക് യേശു മതി, ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ പ്രത്യാശ നമ്മൾ കർത്താവ് വരും. നമ്മൾ ജീവിച്ചാലേ നമ്മൾ പോകും. ഞാൻ പറയട്ടെ, കർത്താവ് ആഗ്രഹിക്കുന്നു ഞാൻ വിശുദ്ധനെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. വിശുദ്ധീകരണം കൂടാതെ ആർക്കും പിതാവിനെ കാണാൻ കഴിയത്തില്ല.
ഞങ്ങൾ ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങള് മക്കളെ രണ്ടാമത്തെ മകൻ ആഴ്ച ഒരു ദിവസം വരത്തുള്ളൂ. മൂത്ത മകൻ ഞങ്ങൾ വിവാഹാലോചന ദൈവകൃപയാൽ ദൈവം സമയമാകുന്ന മോള് ഇപ്പം 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എന്റെ ഹസ്ബൻഡ് പിന്നീട് എന്റെ ഹസ്ബൻഡ് ലൈസൻസ് എടുത്ത് ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു. ദൈവകൃപയാൽ ഇത്രയും സാക്ഷ്യം പറയുവാൻ ഈ അവസരങ്ങളെല്ലാം ദൈവം എനിക്ക് വലിയവനായ ദൈവത്തിനും ദൈവദാസിക്കും ദൈവദാസനും ഈ ചാനലിൽ കൂടി അനേക ഈ സാക്ഷ്യം കേൾക്കുന്ന അനേക ഈ ക്രിസ്തുവിലേക്ക് വരണം. യേശുവിനെ ആരും നശിച്ചു പോകരുത്, നിത്യജീവൻ പ്രാപിക്കണം, ആരും നശിച്ചു പോകില്ല. ഈ അപ്പായ അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഈ യേശുപ്പച്ചൻ അങ്ങനെയൊക്കെ ആർക്കും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എവിടെ പോയാൽ യേശുവിനെ കുറിച്ച് പറയും, നമ്മൾ പറയും. നമ്മള് അകത്ത് ഉരുവായി നമ്മൾ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണ്, നമ്മൾ അകത്ത് ഉരുവായിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഈ കഴുത്ത് പോയാലും ശരിയല്ല, അവിടെ കിടന്ന് തുടിച്ചാലും യേശു ദൈവമെന്ന് പറഞ്ഞിട്ടേ മരിക്കും. കർത്താവ് നമ്മളെ തലചേർത്ത് കൊണ്ടുപോകും. എല്ലാം ഇത്രയും സാക്ഷ്യത്തിന് അവസരം തന്ന ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇത്രയും കേൾക്കുവാൻ എല്ലാം എല്ലാ ശ്രോതാക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യം. ഷൈന, ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ. ഷൈന പറഞ്ഞതുപോലെ ഇപ്പോൾ അനേകര് ഭൗതികമാകുന്ന പലവിധ നന്മകളും ഒക്കെ കണ്ട് മനുഷ്യന് യേശുക്രിസ്തുവിന്റെ അടുത്ത് കടന്നു വരുന്നവരുണ്ട്. പണ്ടും അത് തന്നെയായിരുന്നു. അപ്പം തിന്നാൻ കടന്നു വന്നവര്, ഉപദേശങ്ങൾ കേൾക്കാൻ കടന്നു വന്നവര്, അങ്ങനെ പല രീതിയിൽ യേശുവിന്റെ അടുത്ത് കടന്നു വരുന്നവർ അന്നും ഇന്നും ഒക്കെ ഉണ്ട്. എങ്കിലും യഥാർത്ഥമായി കർത്താവ് ജീവനുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കുവാന്, നമുക്ക് വേണ്ടി ഒരു നല്ല നിത്യത കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാനൊക്കെ ഷൈനയുടെ ജീവിതത്തില് കർത്താവ് ഇടയാക്കിയ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്ത് ഒരു 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള പ്രിയ സഹോദരിയെ ദൈവവചനം പറയുവാനും സാക്ഷ്യം നല്ല രീതിയിൽ പറയുവാനും ഒക്കെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്ത് നടത്തി. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്നുമല്ല. കർത്താവ് നമ്മെ നടത്തും. കർത്താവിന്റെ ശിഷ്യന്മാരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. കർത്താവിന്റെ ആത്മാവ് നമ്മെ നടത്തിയാൽ നമ്മൾ ആള് മാറിയവരെ പോലെ എല്ലാ രീതിയിലുമായി തീരുവാനിടയായിത്തീരും. പ്രിയ കർത്താവിന്റെ ദാസ്യതയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രത്തോളം സമയം ചിലവഴിച്ചതിനും ജീവിതാനുഭവം ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിനും ഒക്കെ നന്ദിയുണ്ട്. ഇതിലൂടെ അനേകരെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീരട്ടെ. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നാൽ കർത്താവ് കൊണ്ടുവന്ന ആ വലിയ വിടുതൽ, കർത്താവ് എങ്ങനെ പണിതെടുത്തു എന്നൊക്കെ കേൾക്കുവാൻ ഇടയായി. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയ ഷൈനയുടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന വിനയും ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രിയ സഹോദരി ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം 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 കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ നല്ല ദൈവമേ, എന്റെ പ്രാണപ്രിയനായ കർത്താവേ, സ്തോത്രം കർത്താവേ. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ, യേശുവിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, കർത്താവേ, എന്നെ വീണ്ടെടുത്ത എന്റെ അപ്പനെ ഉയർത്തുവാൻ ഈ അവസരം നീ എനിക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം കർത്താവേ. ഓരോ സാക്ഷ്യങ്ങൾ കടന്നു വന്ന് പറയുമ്പോഴും കർത്താവേ, അതിനെ കേൾക്കുന്ന ശ്രോതാക്കൾക്കും കേൾക്കുന്ന ഓരോ ജീവിതങ്ങളിലും വിടിവിക്കപ്പെടുവാൻ കർത്താവേ, ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് എന്നെ കർത്താവ് എത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ ഇനിയും അനേക കാര്യങ്ങളെ കർത്താവിനെ കൊണ്ടുവരുവാൻ പദ്ധതിയുണ്ട്. സ്തോത്രം കർത്താവ്. പ്രാർത്ഥിക്കുന്ന ദൈവമേ, സ്തോത്രം. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി കർത്താവേ, ഈ പ്രാർത്ഥനയിൽ കർത്താവേ അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ മേൽ നിന്റെ ശക്തി ഇറങ്ങിച്ചെന്ന് ഏത് വിഷയത്തിന്റെ മേൽ അവർ ഭാരപ്പെടുന്നത് കർത്താവേ, നിന്റെ ആണിപ്പഴുകേറ്റ കരം അവിടെ തൊട്ട് ദൈവപൂർണമായ ഒരു വിടുതൽ കൊടുത്ത് കർത്താവേ, സ്തോത്രം. യേശു ജീവിക്കുന്ന ദൈവമെന്ന് വിളിച്ചു പറയുന്ന തരത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, കുടുംബത്തെയും കർത്താവേ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ മക്കളെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച്
അനുഗ്രഹിച്ചു. ഇത്രത്തോളം ദൈവം നടത്തി, ഇത്രത്തോളം ദൈവം വിടുവിച്ചു കർത്താവേ. ഹല്ലേലൂയ. പറഞ്ഞതെല്ലാം സ്വർഗത്തിലെ ദൈവം ഒരു വാക്കുപോലും വിട്ടുകളയാതെ ശ്രദ്ധ വെച്ച് കേട്ട എന്റെ ദൈവം ഇന്ന് ഹല്ലേലൂയ ഈ മകനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ നീ തൊട്ട് സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അറിഞ്ഞ് കർത്താവേ അനേക നീതിയിലേക്ക് ദൈവം നയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഇത്രത്തോളം ദൈവം നടത്തി, ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ കർത്താവേ. ഇതേ മക്കളുടെ കൃപയും സകല മഹത്വമാനം ഉപേക്ഷയും എന്റെ തമ്പുരാൻ പ്രാർത്ഥന ദൈവം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.